പ്രിയപ്പെട്ട ശിവൻചേട്ട, ഞാൻ വസുധ. അതെ, വസുധ നെടുങ്ങാടി, താങ്കളുടെ സുഹൃത്ത് KMT നെടുങ്ങാടിയുടെ മകൾ. ശിവൻചേട്ടന്റെ ജൂനിയറായി പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി. ചില ചില്ലറ ഡോക്യുമെന്ററി ചിത്രങ്ങളും കോർപ്പറേറ്റ് പ്രൊമോഷണൽ ഫിലിംസിനൊക്കെയായി കുറച്ചുനാൾ കഴിഞ്ഞുകൂടി. ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല. ഇൻഫാക്ട് ഐ ആം ട്രാൻസിസ്റ്റിംഗ്. എന്റെ ചിത്രങ്ങൾ ദൂരദർശൻ ഉൾപ്പെട്ട ചില ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. നർമ്മദ ബചാവോ മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ എടുത്ത ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഡിസ്കവറിക്ക് വേണ്ടി ഒരു എത്നോഗ്രാഫിക് ഫിലിം എടുക്കുന്നതിനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികളെ കുറിച്ചുള്ള പഠനമാണ് പ്രധാനം. ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുന്നു. അട്ടപ്പാടിയിലും മാനന്തവാടിയിലും ഒക്കെയായി കുറച്ചു ദിവസം കഴിയാൻ ഉദ്ദേശിക്കുന്നു. ശിവൻചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഇടയ്ക്ക് തമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ തരുമല്ലോ? കഴിഞ്ഞ കുറേയേറെ നാളുകൾ ഞാൻ യാത്രയിലായിരുന്നു. ഗ്രാമങ്ങളിലൂടെ, ചേരികളിലൂടെ, മനുഷ്യരുടെ ദുരിതങ്ങളിലൂടെ. വല്ലപ്പോഴും കാണുന്ന സമൃദ്ധിയുടെ പകിട്ടാർന്ന ഭാവങ്ങൾ എന്നിൽ മടുപ്പാണ് ഉണ്ടാക്കിയത്, വെറുപ്പും. വശ്യഭംഗിയാർന്ന പ്രകൃതി ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അകാരണമായ ഒരു ആശങ്ക എന്നെ ആവരണം ചെയ്തിരിക്കുന്നു. എന്തിനെന്നോ അറിയാത്തൊരു നൊമ്പരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീരാമപാദ സ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഇവിടെ പിതൃപൂജയ്ക്കായി പാപനാശിനിയിൽ കുളിച്ച് പിണ്ടം വെച്ച് മരിച്ചവരോടുള്ള ആദരവ് കാട്ടി അലയുന്ന ആത്മാക്കൾക്ക് ആശ്രയം നൽകി സ്വയം കൃതാർത്ഥരാകുന്നു. ഞാൻ തിരുനെല്ലിയിലെത്തി. സംഘടിത മതത്തിൽ വിശ്വസിക്കാത്ത, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യമില്ലാത്ത ഞാൻ എന്തിനിവിടെ? അശാന്തമായ എന്റെ യാത്രകളുടെ ഒരു ഇടത്താവളമായി ഓരോ അജ്ഞാത ശക്തിയുടെ നിയോഗം എന്നോണം ഞാനിവിടെ വന്നു. അതെ, തിരുനെല്ലിയിൽ ക്ഷേത്രമുള്ള ഗസ്റ്റ് ഹൗസിലാണ് എനിക്ക് മുറി കിട്ടിയത്. തീർത്ഥാടകർക്കായുള്ള സത്രം. ഇതുവരെ അമ്പലത്തിൽ പോയില്ല. എന്തുകൊണ്ട് പോകാനും തോന്നുന്നില്ല. നിന്നോട് ഞാൻ ഇച്ചി കാലായി പറയണു, കുറച്ച് ചക്കരക്കൊല്ലി വേണോന്ന്. ഇത് എന്നെ കൊണ്ടുവരണോ? ലേശം കാഞ്ഞണ്ണി. ഇനി കൂമ്പാരക്കുരി പോകുമ്പോ കൊണ്ടുവരാം. കാട്ടിപ്പോയാ ഒരു ദിവസം മുഴുവൻ അങ്ങ് പോകും. ഹായ്, നമസ്കാരം. പിതൃപിണ്ഡത്തിനുള്ള പൂജാ സാമഗ്രികളെല്ലാം ഉണ്ട്. എപ്പോഴാച്ചാ പറഞ്ഞാ മതി. പറയാം. എന്റെ പേര് സത്യനമ്പീശൻ, സത്യനാരായണൻ. ആ കാണുന്നതാണ് വീട്. വെറുതെ അരി എള്ളും എല്ലാം എടുക്കാം. ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടാവും. അതിനോടൊക്കെ എപ്പോഴെങ്കിലും ആവും ബലിയിടി. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ.
കാട്ടിലേക്ക് എങ്ങാനും പോണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണ്ട കേട്ടോ. ആ കുറിച്ച ചെക്കനെ കൂടെ കൂട്ടിക്കോളൂ. ആരപ്പാ? ഓ, ഇതെന്താ കയ്യില്? ഇത് പച്ചില മരുന്നാ, സർപ്പഗന്ധി. പകല് ഇവിടത്തെ ആന ഇറങ്ങാറുണ്ട്. അങ്ങനെയോ? എവിടെ? സൂക്ഷിക്കണം. നിഷ്കളങ്കമായ ഗ്രാമജീവിതം. ഇവിടുത്തെ ഓരോ മുഖവും നിസ്സഹായതയുടേതാണ്. സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് മറ്റുള്ളവർ ഇവരിൽ നിന്നും ചൂഷണം ചെയ്യുന്നത്. ഗ്രാമം ചുറ്റിക്കറങ്ങുന്നതിനിടയിലാണ് സഖാവ് വർഗീസിനെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞത്. അതെ, പഴയ വർഗീസ്, നെക്സ്ലേറ്റ് വർഗീസ്. വർഗീസിന്റെ മൃതശരീരം കിടന്നിരുന്ന പാറ ഞാൻ കണ്ടു. വർഗീസ് പാറ. ആയിരത്തി 1967 മാർച്ച് 3 പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽപ്പെട്ട നക്സൽബാരി എന്ന സ്ഥലത്തുണ്ടായ സായുധ കലാപത്തെ തുടർന്നാണ് ഒരു വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉടലെടുത്തത്. നക്സലേറ്റുകൾ ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്താൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഭൂരഹിതരും പീഡിതരുമായ നക്സൽബാരിയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് നടത്തിയ സായുധ കലാപമാണ് പിൽക്കാലത്ത് ഇന്ത്യയാകെ വ്യാപിച്ചത്. 1968 നവംബർ മാസത്തിൽ തലശ്ശേരിയിലെയും പുൽപ്പള്ളിയിലെയും പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാക്കിയ കലാപത്തിലൂടെയാണ് കേരളത്തിൽ നക്സലേറ്റ് പ്രസ്ഥാനം വേരുപിടിച്ചത്. കുന്നിക്കൽ നാരായണൻ, അദ്ദേഹത്തിന്റെ പത്നി മന്ദാകിനി നാരായണൻ, പുത്രി അജിത, ഫിലിപ്പം പ്രസാദ് തുടങ്ങിയവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. വർഗീസിനെ പറ്റി അറിയാൻ അദ്ദേഹത്തിന്റെ വീട് തേടി ഞാൻ യാത്രയായി. ഇതിൽ നിന്നും 15 കിലോമീറ്റർ അകലെ പനമരത്തിനടുത്ത് വെള്ളമുണ്ടയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. 1938 ഫെബ്രുവരി 19 മൂവാറ്റുപുഴയ്ക്കടുത്ത് ആവോലി ഗ്രാമത്തിൽ അരീക്കാട്ട് വീട്ടിലാണ് സഖാവ് വർഗീസ് ജനിച്ചത്. 1940കളുടെ അവസാനം വ്യാപകമായ വിളനാശവും മറ്റു ദുരിതവും കൊണ്ട് വഴിമുട്ടിയ മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും മിക്ക ക്രൈസ്തവരും ഫലഭൂയിഷ്ടമായ മണ്ണു തേടി വടക്കോട്ട് യാത്രയായി. അങ്ങനെയാണ് അരീക്കാട്ട് വീട്ടുകാർ വെള്ളമുണ്ടയിലെത്തുന്നത്. മൂവാറ്റുപുഴയിലും വെള്ളമുണ്ടയിലുമായി 7ാം ക്ലാസ് പൂർത്തിയാക്കിയ വർഗീസ് മാനന്തവാടിയിൽ അപ്പന്റെ സഹോദരിയുടെ മകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുമായിരുന്ന ജോസഫ് വൈദ്യന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. SSLC പാസ്സായ വർഗീസ് പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി കണ്ണൂരിലെത്തി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ താമസിച്ച് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. നേതാക്കന്മാരോടൊപ്പം അടുത്ത് പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. 18ാം വയസ്സിൽ പാർട്ടി അംഗമായി. വയനാട്ടിലെയും കണ്ണൂരിലെയും കർഷക തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു. 1964 പിളർപ്പിനു ശേഷം ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച അദ്ദേഹം CPM-ന്റെ വടക്കേ വയനാട് താലൂക്ക് സെക്രട്ടറിയായി മാനന്തവാടിയിൽ തിരിച്ചെത്തി. കുടിയേറ്റക്കാരെയും ആദിവാസികളെയും പാർട്ടിയിൽ അണിനിരത്തുക എന്ന ഉത്തരവാദിത്വമായിരുന്നു സഖാവ് വർഗീസിന് അന്നുണ്ടായിരുന്നത്. എന്നാൽ ആദിവാസികളുടെ അവസ്ഥ ഏറെ പരിതാപകരമായിരുന്നു. വള്ളിയൂർക്കാവിലെ ഉത്സവപ്പറമ്പിൽ അടിമകളായി കൈമാറ്റം ചെയ്യുകയും കൂലി കിട്ടാതെ നരയിക്കുകയും ചെയ്യുന്നത് കണ്ട വർഗീസ് അവരോടൊപ്പം നിന്ന് അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. സായുധ സമരത്തിലൂടെ നിലവിലുള്ള വ്യവസ്ഥിതി തച്ചുടച്ച് പുതിയ സാമൂഹ്യക്രമം പടുത്തുയർത്താനായി മാവോ സേതുങ്ങിന്റെ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സംഘടന ഭാരതത്തിൽ ഉടലെടുക്കുകയായിരുന്നു. സഖാവ് വർഗീസ് ആ പുതിയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. അത്ഭുതങ്ങൾക്ക് മുമ്പുള്ള വയനാടിന്റെ ചരിത്രം നാം പരിശോധിക്കുകയാണെങ്കിൽ അതില് നാമമാത്രമായിട്ടുള്ള ഭൂ ഉടമകളും പിന്നെ ഈ ആദിവാസികൾ അടങ്ങുന്ന പണിയര്, കുറിച്ചല്, തുറമര് തുടങ്ങുന്ന ആദിവാസികളും 1970-ലേക്ക് പോലും വയനാട്ടിലെ ആദിവാസികളെ മനുഷ്യരായിട്ട് പോലും കരുതുന്നു. വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ അടിമലേലം അടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കിയെങ്കിൽ പോലും വയനാട്ടിലെ വള്ളിയൂർക്കാവിൽ വർഷാവർഷം ആദിവാസികളെ ലേലം ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇതിനെതിരായി ആദിവാസികളെ
വർഗീസ് സംഘടിപ്പിക്കുകയും അവരെ സമരസജ്ജരാക്കുകയും ചെയ്തു. ഇത് വയനാട്ടിലെ എംപിമാർക്കും അന്നത്തെ കേരളത്തിലെ ഭരണകർത്താക്കൾക്കും വലിയ പേടിയായി മാറുകയുണ്ടായിരുന്നു. സഖാവ് വർഗീസിന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വാസുവേട്ടൻ പറയാനുണ്ടോ? വാസുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിനെ സംബന്ധിച്ചിട്ട് സഖാവ് വർഗീസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം പറയാം. അത് കമ്പമലയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. കമ്പമലയിൽ ഈ തിരുനെല്ലി തൃശ്ശിലേരി സംഭവത്തിന് ശേഷം 2 പേരെ വെടിവെച്ച് കൊല്ലുകയും 6 വീടുകളോളം കൊള്ളയടിക്കുകയും ചെയ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ തിരുനെല്ലി തൃശ്ശിലേരി സംഭവത്തിന് ശേഷം ഞങ്ങൾ കമ്പമലയിൽ എത്തി 8 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ശേഖരിച്ചിരുന്ന ഭക്ഷണം മുഴുവനായിട്ട് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ഞങ്ങൾ അർദ്ധ പട്ടിണിക്കാരായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഭക്ഷണം അടിയന്തരമായി ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സഹാക്കളെ ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തി മൈസൂർ ബോർഡറിൽ നിർത്തി ഞങ്ങൾ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് കമ്പമലയുടെ ജസ്റ്റി എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി. അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ CRP-ക്കാർ ഞങ്ങളെ കാണുന്നത്. CRP-ക്കാർ ഞങ്ങളെ കാണി മാസത്തിൽ അവര് ഞങ്ങളുടെ നേരെ പിന്നെ വെടിയുതിർക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ചെതറിപ്പോവുകയും ഞാനും ചോമനും ഒരു ഭാഗത്തേക്കും സഹാക്കള് മറ്റു ഭാഗത്തേക്ക് 3 പേര്, ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേര് സഖാ വർഗീസ്, തോണിക്കുഴി ഔസഫ്, രഘു, ഇവർ 3 മറ്റൊരു ഭാഗത്തേക്ക് ആയിപ്പോയി. ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾ ആദിവാസികളുടെ പാടിയിൽ ഇറങ്ങിയപ്പോഴാണ്. ആദിവാസികളുടെ പാടിയിൽ ഇറങ്ങിയപ്പം ഏറെക്കുറെ ഒരു 5-6 വൃദ്ധരായിട്ടുള്ള ആദിവാസികൾ അവര് വാസത്തില് ഓടിവരിയും സഖാ വർഗീസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഇത് വാസത്തില് അവരെല്ലാം ഈ ആദിവാസികള് സഖാ വർഗീസിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ലൊരു കാഴ്ചയായിരുന്നു. ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഈ 2 കാര്യമാണ് യഥാർത്ഥത്തിൽ സഖാ വർഗീസിനെ സംബന്ധിച്ചിട്ട് എപ്പോഴും എന്റെ മനസ്സിന്ന് മായാതെ നിൽക്കുന്ന സംഭവങ്ങൾ. സഖാവ് വർഗീസ് മരിക്കുമ്പോൾ വാസുവേട്ട എവിടെയായിരുന്നു? അതോ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു? ഞാൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ കമ്പമലയിൽ തന്നെയായിരുന്നു. ഈ സംഭവം ഞങ്ങൾക്ക് നേരെ CRP-ക്കാരുടെ വെടിവെപ്പ് നടന്നതിന് ശേഷം ഈ ബാക്കിയുള്ള 4 പേരും ഇറങ്ങി. സഖാ വർഗീസും മറ്റ് 3 പേരും ഇറങ്ങി. അപ്പുറം 11 പേര്, 7 കിലോമീറ്റർ അപ്പുറമുള്ള 11 പേരും ഞങ്ങൾക്ക് നേരെയുള്ള വെടിവെപ്പ് മലയെന്ന് അവർ കേട്ടിരുന്നു. അവരും ഇറങ്ങി. പിന്നീട് ഞാൻ ഈ സഹാക്കളെ അന്വേഷിച്ചുകൊണ്ട് 5 ദിവസം മലയിൽ ചുറ്റടിക്കുകയായിരുന്നു. ഈ 5 ദിവസം ഇടയിൽ 1-2 തവണ ഞാനും മരണത്തിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ പോലീസിന്റെ ഇതായിട്ടുള്ള ഭീകരതയിൽ കുടുങ്ങി. പക്ഷെ എങ്കിലും ഞാൻ രക്ഷപ്പെടി. ഈ അവസാനം 5-ാമത്തെ ദിവസം തീരെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അലഞ്ഞ് അവസാനം ഞാൻ ചെർക്കര എസ്റ്റേറ്റിൽ ഇറങ്ങി ചെയ്തു. ചെർക്കര എസ്റ്റേറ്റിൽ നിന്ന് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് എന്നെ പിടിക്കുന്നത്. ഒരു 10-100ഓളം തൊഴിലാളികൾ കൂട്ടായി ചേർന്ന് എന്നെ പിടിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഈ സഖാ വർഗീസിനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നുള്ളത് ചെർക്കര എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് എന്നോട് പറയുന്നത്. സഖാ വർഗീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം എനിക്കുള്ളത്. വളരെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. വളരെ ആത്മത്യാഗപരമായിട്ട് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാ വർഗീസ്. ഒറ്റപ്പെടുത്തായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞാൻ ആ രംഗത്തില്ല, കാരണം ഞാൻ ആക്ഷനിലും ഇല്ല. തലശ്ശേരി ഉൾപ്പെടെ ആക്ഷനിലാണ് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നത്. തിരുനെല്ലി തൃശ്ശേരി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ആക്ഷനിൽ ഞാനില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. പക്ഷെ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ചാപ്റ്റർ തന്നെ സഖാ വർഗീസിന്റെ വധം എന്ന് പറഞ്ഞിട്ട്. വർഗീസിന്റെ മരണത്തെ കുറിച്ച്, ജീവത്യാഗത്തെ കുറിച്ച് പറയുമ്പോഴേ ഒന്ന് ഒരു നെറ്റിക്കൽ തലത്തിലേക്ക് വർഗീസിന്റെ ജീവത്യാഗത്തെ കൊണ്ടുപോകുന്നതിൽ വലിയ അർത്ഥമുണ്ട്. എന്നാൽ ഇതിലൊരു അസാധാരണത്വം ഉള്ളത്, വർഗീസ് പിൽക്കാല തലമുറക്ക് ചെയ്തു തീർക്കേണ്ട ദൗത്യത്തെ കുറിച്ചൊരു സൂചന നൽകുന്നുണ്ട്. രക്തസാക്ഷി എന്ന നിലയിലെ അവസാനത്തെ ആഗ്രഹത്തിന്റെ പ്രസ്ഥാനം നിലനിൽക്കണം. അതിന്റെ വിജയത്തിന് വേണ്ടി വർഗീസ് വെടിയേക്കുന്നതിന് തൊട്ടു മുമ്പ് മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ഇത് ഒരർത്ഥത്തില് പിൽക്കാല തലമുറയ്ക്കുള്ള ഒരു ദൗത്യമാണ്. അന്ന് വർഗീസ് മൃഗീയമായി കൊല്ലപ്പെടുകയാണ് ചെയ്തത് എന്ന് ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നു. ഔദ്യോഗികമായി അങ്ങനെ അംഗീകരിച്ചിരുന്നില്ലേ തന്നെ.
പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടതുപോലെ വർഗീസ് തന്നെ പറഞ്ഞതായിട്ട് പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന പോലെ വർഗീസിന്റെ കൊലപാതകം അതുപോലുള്ള ആയിരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞ് അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ചെറുപ്പക്കാരന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനിടയായത്. സാമൂഹ്യമായ അനീതി ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഈ രീതിയിലുള്ള തീവ്രവാദപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. വർഗീസിനെ കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിലുള്ള ധാരണ കഠോര ഹൃദയനായ ഒരു സാഹസികൻ ആയിട്ടുള്ള വിപ്ലവകാരി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അടുത്തറിഞ്ഞിട്ടുള്ള ഞങ്ങൾക്കറിയാം, വളരെ ആർദ്രതയുള്ള, കൂട്ടുകാരെ സ്നേഹിക്കുന്ന, സഹപ്രവർത്തകരെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി കണ്ണുനീർ വാക്കുന്ന, അവരുടെ ദുർബലതകളിൽ അവരോടൊപ്പം നിൽക്കും, അത്യധികം വാത്സല്യവും സ്നേഹവുമുള്ള ഒരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ കൂടിയാണ്. 1970 ഫെബ്രുവരി മാസം 18-ാം തീയതി ഞങ്ങളുടെ യൂണിറ്റ് CRP 19 ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ ഡ്യൂട്ടി ചെയ്തിരിക്കുകയായിരുന്നു. 2 മാസം മുമ്പ് എടുത്തതാ. ഈ 18 തീയതി രാവിലെ അവിടുന്ന് ഒരു ഫെഷൻ ന്യൂസില് നിബന്ധനാവ്, അത് പഴയ നക്സലേറ്റ് കുട്ടം ന്യൂസിന് ജേഷൻ ഫെഷൻ ന്യൂസ് രാവിലെ ക്യാമ്പ് വന്നു. 6-7 മണിക്ക് മുമ്പ് ക്യാമ്പ് വന്നിങ്ങനെ ഒരു വീട്ടില് നക്സലേറ്റ് വിളിച്ചിരിപ്പുണ്ട്, നിങ്ങൾ വന്നാൽ പിടിക്കാന്ന് പറഞ്ഞു. അത് പ്രകാരം ഞങ്ങളെല്ലാം കൂടെ ഞാൻ ഉൾപ്പെടുന്ന സെക്ഷൻ, എന്റെ കമാൻഡറായിട്ട് ഒരു NB പിടിക്കും, 4 പിടിക്കും, തുളസിരിക്കാറുണ്ട് സുബേദാരെ. അദ്ദേഹം പിന്നെ ഞങ്ങളുടെ ലോക്കൽ ഗൈഡായിരുന്ന AK ആശാരി, അദ്ദേഹം അന്ന് ചുക്ലി സ്റ്റേഷനിൽ ചെയ്യാം. എന്റെ ഉൾപ്പെടെ ഞങ്ങളെല്ലാം കൂടെ പോയി. അതൊരു ശിവരാമനായ വീടായിരുന്നു. ശിവരാമനായ മൂവാറ്റൊക്കെ ശിവരാമനായ വന്ന ആദിവാസി പെണ്ണിനെയും വിവാഹം കഴിച്ചവർ താമസിക്കുകയായിരുന്നു. ചില കൂടുതല അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയത് അവര്. ഞങ്ങള് ആ വീട് വളഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചപ്പം അകത്ത് മുട്ടിയപ്പോൾ ആരോ എഴുന്നേക്കുന്ന ആരാന്ന് ചോദിച്ചു. അതാരാന്ന് ചോദിച്ചു പോലീസാന്ന് പറഞ്ഞു. പോലീസാന്ന് പറഞ്ഞത് നേരെ ചലിച്ച നേരെന്ന് അകത്തുനിന്ന് അകത്തുണ്ടായിരുന്ന ആളെ ചലിച്ച നേരെന്ന് പറയുന്നത്. പിന്നെ എന്തായാലും പുറത്തുനിന്ന് പൂട്ടി വന്ന് ഞങ്ങളെ തോക്കൊണ്ട് പാർട്ടി കൊണ്ടുവന്ന് വീട്ടിലേക്ക് പൊളിച്ച് നാളെ ഇറങ്ങി വന്നു. ട്രൗസറും ഒരു ബനിയൻ എന്ന് പറയുന്ന സെറ്റ് പോലെ വലിച്ചൊരു ചെറുപ്പക്കാരനാണ് വന്നത്. 27 വയസ്സ് പ്രായം. അയാൾ കൈ ഉയർത്തി വന്ന അയാളൊന്നും ഇല്ലായിരുന്നു. അയാളെ ആരാന്ന് ചോദിച്ചാൽ വർഗീസാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കണ്ട വർഗീസിനെ, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വർഗീസ് അല്ല കണ്ടത്. മനസ്സിൽ വലിയൊരു ഭീകരി, ഇപ്പം വീരപ്പനെ പറ്റി പറയുന്ന പോലെ ഒരു ഭീകര ജീവി ഞങ്ങൾ കണ്ടിട്ട്. പക്ഷെ ഇവിടെ വന്നാൽ സുലഭൂവനായ നല്ല ചെറുപ്പക്കാരൻ മീശയൊക്കെ ചെയ്ത് മീശയൊക്കെ വെച്ച് കണ്ടുപോയി. ഉടൻ തന്നെ ഒരു തോക്കിന്റെ സ്ലിങ് അയച്ച് കുറെ ദിവസം കൂട്ടിക്കെട്ടി ഞങ്ങൾ ഇയാളെ കൊണ്ട് നടത്തി. ഞങ്ങൾക്ക് വിശ്വാസമായാലും ഇയാളാണ് പറഞ്ഞിട്ടുണ്ട്. എന്നൊരു സാധാരണ എനിക്ക് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളിലൊക്കെ പെട്ട ആരെങ്കിലും പിടിച്ചാൽ അവർ നേതാവിന്റെ പേരൊക്കെ പറയും, നേതാവ് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയൊക്കെ ട്രിക്കുണ്ട്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഐഡന്റിഫൈ ചെയ്തപ്പോൾ നാട്ടുകാരെല്ലാം ചോദിച്ചപ്പോഴാണ് വർഗീസാണെന്ന്, മരിച്ച ചേക്കുവിന്റെ ഭാര്യ ഉൾപ്പെടെ പലരും വർഗീസാണെന്ന് പറഞ്ഞു. ആ ഓടും കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങളെ ഫോണിലാക്കി DSP DIG എല്ലാം കൊണ്ട് ഫോണിലാക്കിയിട്ട് ഞങ്ങളുടെ കമാൻഡന്റും ഉണ്ടായിരുന്നു. ഫോണിലാക്കിയിട്ട് ചോദിച്ചു അയാളെ ഷൂട്ട് ചെയ്യണം, ആർക്കാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 4 പോലീസ് CRPക്കാരുണ്ടായിരുന്നു. മറ്റേ പോലീസുകാരെ എല്ലാം പരത്തിന്റെ പല ഭാഗത്തോട്ട് കവർ ചെയ്തിരിക്കാം. ഞങ്ങൾ 2 പോലീസുകാരും തയ്യാറായി. ഒരു അനീഫയും റപ്പായും ഒരു ശ്രീധരൻ, അവർ 2 തയ്യാറായി. മറ്റേ അനീഫ ഇത് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് അത് കൈ പൊക്കിയപ്പോഴത്തെ അനീഫയും ബില്ലിംഗ് ആയി. ഞാൻ ബില്ലിംഗ് ആയില്ല. കാരണം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ജീവനോടല്ലേ നമ്മൾ പിടിച്ചത്, നമുക്ക് പുറകിലാതിരാക്കിയാൽ മതി, അല്ലേ നല്ലത്. അപ്പൊ എന്തിനാണ് ഭീഷണി പിടിച്ച് നീയാണുള്ളത് പറയാൻ? നിങ്ങൾക്ക് നീ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ആക്ഷനിനകത്ത് ഒരു പോലീസിനോട് മരിക്കും. 6:55 വർഗീസ് നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മുദ്രാവാക്യം വിളിക്കാൻ ടൈം വേണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം. ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ അവിടെ എത്തി. വർഗീസിന്റെ അടുത്ത് എൻ്റെ തോക്ക് വെച്ച് ചെയ്ത് വെച്ചു.
നാഗോടെ ഷൂറിന് ശബ്ദം ഉണ്ടാക്കി ഷൂട്ട് ചെയ്തു. മാവായിക്കൻ ചന്ദ്രപ്രാവ് എപ്പോഴും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സായുധ വിപ്ലവത്തിലൂടെ സാമൂഹിക പരിവർത്തനം നടക്കുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചു നടന്നവരെ തേടിയുള്ള എന്റെ യാത്രയുടെ അവസാനമാണ് സഖാവ് ജോസഫിന്റെ വീട്ടിൽ ഞാൻ എത്തുന്നത്. പ്രസ്ഥാനത്തിനു വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്ന സഖാവ് ജോസഫ്. അയ്യോ, എനിക്ക് വിശക്കുന്നു. കാര്യമില്ല. ശരിക്കും വെള്ളവും കഴിച്ചിട്ട് രണ്ടായി. എനിക്ക് വിശക്കുന്നു. അലക്കാതെ മനുഷ്യ വേണ്ട, ആരണ്ടൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കിടന്ന് കൊന്നു നടക്കാതെ. ഗ്രേസിനാമോ, നീ ആലിയുടെ കടയിൽ നിന്ന് വല്ലതും മേടിച്ചോണ്ട് വാ. അപ്പന് വല്ലതും കൊടുക്കാം. റൊട്ടി കാണും. കർത്താവേ, പണിയില്ല, പണമില്ല. തൊമ്മച്ചന്റെ കല്യാണത്തിനായിരുന്നു. അല്ല, തലേന്ന് കോഴിക്കറിയും കപ്പ വേവിച്ചതും പിന്നെ ചോറും എലിശ്ശേരിയും തോരനും പുളിശ്ശേരിയും അവസാനം പഴവും പഞ്ചാരയും തൈരും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അന്ന് 2 മൂഴിക്കിടാങ്ങളെ വെട്ടിയത്. അപ്പനിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന എന്താ വിശേഷം? എനിക്ക് ദേഷ്യം വരുവേ. ഇനി പൈനമൂട്ടിൽ അവരാണ്ട് കല്യാണത്തിന്റെ കാര്യം പറയും. വയറ് നിറച്ച് വല്ലതും കഴിച്ചിട്ട് അങ്ങ് ചത്താ മതി. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് തന്നെ തിന്നാൻ വേണ്ടിയാ, തൂറാനും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ വായം കൊന്നവും ദൈവം കൊടുത്തത്? ആരാ? മനസ്സിലായില്ലല്ലോ. Who are you? സഹാവ് ജോസഫിന്റെ വീടല്ലേ? അതെ. എന്താ വിശേഷം? എന്റെ പേര് വസുധ. മുംബൈയിലാണ്. മുംബൈ? ഞാനൊരു സിനിമാ സംവിധായകയാണ്. വളരെ സന്തോഷം. വരണം, ഇരിക്കണം. പണ്ട് ഞങ്ങളവിടെ ഒന്ന് കുഞ്ചാക്കോട് സിനിമ പിടിച്ചതാ. സത്യനും കൊട്ടാരക്കരയും ഒക്കെ. എന്തോന്നാ അതിന്റെ പേര്? ഞാൻ അങ്ങ് മറന്നു. തുളസി വിളി കേൾക്കൂ എന്നതാപ്പാ? അവര് വേറെ എന്തോ കാര്യത്തിന് വന്നതാ. ഞാൻ ഡോക്യുമെന്ററി സിനിമകളാണ് എടുക്കുന്നത്. ന്യൂസിലീല് എന്നെയാ സിനിമ പഠിപ്പിക്കുന്നേ. എടി, നമ്മൾ സിനിമ കാണുമ്പോ അതിനു മുമ്പ് ഒരു കൊച്ചു സിനിമ കാണാറില്ല? ആസാമിലെ വെള്ളപ്പൊക്കമൊക്കെ. അയക്കലി എത്തി നടക്കുന്നൊക്കെ. അത് തന്നെ ഈ ഡോക്യുമെന്ററി. അപ്പൊ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പറയാം. സഹാവ് ജോസഫിനെ കുറിച്ച് ഒരു സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ഡോക്യുമെന്ററി സിനിമ. അതിനെന്റെ കുഞ്ഞില്ലല്ലോ. അവന് സിനിമയിൽ അഭിനയിപ്പിക്കാനായിരുന്നു അല്ലേ? നല്ല സുന്ദരനായിരുന്നു. നസീറിനേക്കാൾ സുന്ദരൻ. പോയില്ലേ? ഇനിയിപ്പോ എങ്ങനെ അഭിനയിപ്പിക്കും? അങ്ങനെയൊന്നുമല്ല, ഞാൻ വിശദീകരിച്ച് പറയാം. അപ്പം പോയി ഒരിടപ്പെടുത്തിട്ട് വന്നാട്ടെ. എടി വെളിച്ചപ്പന്നെ ഇച്ചിരി കാപ്പിക്ക് വെള്ളം അടുപ്പത്ത് വെക്ക്. എന്റെ പേര് ദേവസ്യ. ചത്തുപോയത് എന്റെ മോൻ ജോസഫ്. എനിക്ക് 3 മക്കളാ. ഒരാണും 2 പെണ്ണും. അന്നൊക്കെ കുടുംബാസൂത്രണത്തിന്റെ മുദ്രാവാക്യം കുട്ടികൾ 2 or 3 മതിയെന്ന. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് അതായത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപാട്ട് റൂട്ടിൽ പിന്നാക്കനാട്ടുകാരായിരുന്നു. അവിടുത്തെ സ്ഥലം വിറ്റ് അപ്പപ്പാറ വന്ന് സ്ഥലം വാങ്ങിച്ചു. കൃഷി ചെയ്തു. കുറേയേറെ ദുരിതമുണ്ട്. അല്ല, കൃഷി വകുപ്പിന്നാണോ? അല്ല, ഞാൻ വിചാരിച്ചു കൃഷി വകുപ്പിന്നല്ല എന്ന്. എന്റെ ഊഹം തെറ്റിയില്ല.
എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ അപ്പനെ അല്ല, പറയുമ്പോ പറയാണെന്ന് വിചാരിക്കരുത്. ഇവിടെയൊക്കെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോ വെള്ളം തിന്നാൻ കൊണ്ടുവരും. അപ്പന് ആ ഒരു വിചാരേ ഉള്ളൂ, തീറ്റി. അതെ, തീറ്റിയാണ് അഖിലസാര മൂഴിയിൽ അയ്യോ, എന്ന് പണ്ടൊരു കൈ പാടിയിട്ടുണ്ട്. എന്റെ അപ്പ അത് തീറ്റിയല്ല, സ്നേഹമാണ്. അപ്പൊ അപ്പൊ പറഞ്ഞു എന്താ? അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയൂ, പഴയ കാര്യങ്ങളൊക്കെ പറയൂ. അതിന് കാശ് വേണം. കാശില്ലാതെ പറയുന്ന കാര്യമില്ല. കാശ് തരാം, പോകാൻ നേരം പറയൂ. ഓ, എന്തോ പറയാനാ, ഇവിടെ എല്ലാം പട്ടിണിയാ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതിനിവിടെ മാത്രമല്ലല്ലോ പട്ടിണിയുള്ളത്. എന്നാ നിന്റെ ഇഷ്ടത്തിന് എല്ലായിടത്തും പട്ടിണിയാ. കേരളം മുഴുവനും പട്ടിണിയാ. അല്ലെങ്കിൽ പിന്നെ കുറയ്ക്കുന്നത് ഇന്ത്യ മഹാരാജ്യം മുഴുവനും പട്ടിണിയാ. അല്ലല്ല, ലോകം മുഴുവനും പട്ടിണിയാ. കുറച്ച് തീറ്റിയുള്ളത് കുറെ പേര് പിടിച്ചു വെച്ചിരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതെ. ഈ അപ്പനെന്താ മറ്റൊന്നും പറയുന്നില്ലേ? എന്നാ പിന്നെ എന്നെ ആന ഓടിച്ച കാര്യം പറയാം. കാട്ടിക്കുളത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു ഒറ്റയ്ക്ക്. അപ്പെന്താ നടുക്ക് നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് ഇതിപ്പോ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നാ പിന്നെ അപ്പപ്പാറ വെച്ച് ആന ഓടിച്ച കാര്യം പറയാം. അതല്ലാതെ വേറെ ഒന്നുമില്ലേ? എന്നാ കേട്ടോ, എന്നെ പല പ്രാവശ്യം ആന ഓടിച്ചിട്ടുണ്ട്. പോരെ? കൂമ്പാരക്കുഞ്ഞി വെച്ച് ആന ഓടിച്ച കാര്യം കൂടി. ഒന്ന് പോടി അവിടുന്ന്. ആ കൊച്ചു വന്നത് ആന ഓടിച്ച കാര്യം അറിയാനൊന്നും അല്ല, മോനെ കുറിച്ച് എന്തോ അറിയാനാ. ഓ, അത് ശരി, അങ്ങനെ വരട്ടെ. ഞങ്ങളുടെ കൃഷി പലപ്പോഴും ആന ചവിട്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ പന്നി. ഞാൻ ഈയിടെ കുറെ ഇഞ്ചി കണ്ടു, മുഴുവനും പന്നി തിന്നു. അപ്പൊ ജോസിനെ കുറിച്ച് പറയാനാ പറഞ്ഞേ. അതല്ലേ പറഞ്ഞു വരുന്നത്. അതിനൊരു മുഖവര വേണ്ടേ? ഇതിന്റെ പുസ്തകം നല്ലതാണോ മുഖവരെ പറയും? ഇവിടെ പറമ്പി പണി ചെയ്താ വല്ലതും നല്ലോണം ഉണ്ടാവും. എന്റെ ആയ കാലത്ത് ഒരു 1/2 തുലാം പുഴുക്ക് ഞാൻ ഒറ്റയ്ക്ക് കേട്ടു. അതെന്താ കാലം. പിന്നെ നിങ്ങൾക്ക് എന്നതായിരുന്നു പണി? പുഴുക്ക് തിന്നുക, ചെറുപ്പ് പൊടി വലിക്കുക, ഉരുളങ്കല്ലയിൽ ഇടുന്ന് തൂറുക. ആ കൊച്ചൊക്കെ ഇവിടെ നിൽക്കുന്നതാ ഡീസൽ ഇല്ലാതെ സംസാരിക്കുന്നേ. സോറി, ഷീസ് എ ഗേൾ, ലിറ്റിൽ ഗേൾ, നോക്ക് നോയിങ്. ഒന്നും അറിയല. മോളെ എവിടുന്നാ വരുന്നേ? മുംബൈയിൽ നിന്നും. അപ്പൊ അവിടെ എവിടുന്നാ? നരിമാൻ പോയിന്റിനടുത്താ. എന്താ അറിയോ? പിന്നെ അറിയാതെയോ? നരിമാൻ, നമ്മുടെ പഴയ നരിമാൻ. അപ്പനിത് അകത്ത് വാ, കഷായം കുടിക്കാം. നിന്റെ അപ്പുറമുള്ളവരുടെ ഈ കഷായം. ആർസിന്റെ അസുഖത്തിന് ആരെങ്കിലും കഷായം കുടിക്കുവോ? ഞാൻ പറഞ്ഞവിടെ ഈ മരുന്ന് നല്ല താറാമുട്ട പുഴുങ്ങി മസാലയും ചേർത്ത് റോസ്റ്റ് ചെയ്ത് കഴിക്കണം. ആർസിസ് എവിടെ പോയി എന്ന് പറഞ്ഞാൽ മതി. അത് പോട്ടെ, ആർസിസിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന നേരം പോകുന്നത് അറിയല. അങ്ങ് പറഞ്ഞോണ്ടേയിരിക്കും എന്റെ വല്യപ്പന്റെയും വല്യപ്പന്റെയും ഒക്കെ കാര്യം. അത് പോട്ടെ, ബോംബെയിൽ എവിടെന്നാ പറഞ്ഞേ? ദാദാബായ് നവറേജ് റോഡിൽ. അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അറിയും. അപ്പൊ അതാ മുഖം കണ്ടാലേ അറിയാം. ദാദാബായ് നവറോജും കൊച്ചും കൂടി ഒരുമിച്ച് പഠിച്ചതാണെന്ന്. മഹാത്മാഗാന്ധിക്ക് ജയ്. ജോസിയെ വെച്ച് പിന്നെ എങ്ങനെയാ അടുക്കും ചുറ്റിന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് അകത്ത് പോവാം. അകത്ത് പോയി വേദപുസ്തകം വായിക്കാം. എനിക്ക് പിടിക്കാൻ വയ്യ. ഒന്ന് അപ്പന്റെ കാര്യം എടുത്താ ദുഃഖം. രാത്രിയിൽ ഉറക്കമില്ല, ഞങ്ങളാരും ഇറങ്ങിയില്ല. രാത്രിയിൽ എവിടെയെങ്കിലും ഇറങ്ങി പോവാന്ന പേടി. ജോസാൻ മരിച്ചപ്പോ അല്ല, മരിച്ചതല്ലോ, പോലീസ് ഞങ്ങളുടെ കുടുംബം തകർത്തു. ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ജോസ്. കരുണേട്ട ഒന്നിനും തോന്നാനായിരുന്നില്ല. പാവം MBBS പഠിക്കുകയായിരുന്നു. പിന്നല്ലേ എല്ലാം കളഞ്ഞിട്ട് വന്നത്. ഇവിടുത്തെ ആദിവാസികളെ സംഘടിപ്പിച്ച് മുതലാളിമാർക്കെതിരെ നിർത്തി. കൂട്ടുമൊരാളും കരുണേട്ടൻ നാടകം നടത്തും. ദേവിക്കാരനെ നാടകത്തിൽ പ്രധാന വേഷം ചെയ്തു. പാട്ട് എഴുതും, ട്യൂൺ ചെയ്യും, കുട്ടികളെ കൊണ്ട് പാടിക്കും. ഏതെങ്കിലും പാട്ട് ഓർക്കുന്നുണ്ടോ? മുഴുവനും ഓർമ്മയില്ല. തെണ്ടാനാച്ചിരട്ട തന്ന് തെണ്ടിയെന്ന് വിളിച്ചോരെ, പേറ്റുനോവദാനം ചെയ്ത് ദേശീയെന്ന് വിളിച്ചോരെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് ആദിവാസികളെ കുറിച്ച്. അവര് പറഞ്ഞതായിട്ട് വരും. കടുക്കാപ്പിയ പാലില്ല. ആട്ട മോൾ എവിടാ താമസിക്കുന്നത്? അമ്പലമുഖ ഗസ്റ്റ് ഹൗസിലാണ്. അയ്യോ, അവിടൊക്കെ താമസിക്കുന്നതിന് ഒരുപാട് കാശാവത്തില്ലയോ? അമ്മ
അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ സഹായ ജോസഫിന്റെ മരണം? പറയാണ്ടിരിക്കുക വേണം. അന്ന് ഒപ്പനൊരു നെഞ്ചുവേദന ചുമയും. കാട്ടിക്കുളത്ത് നിന്ന് കുഞ്ഞിരാമൻ കമ്പൗണ്ടർ അടുത്തുനിന്ന് മരുന്ന് വാങ്ങിക്കാന്ന് വെച്ച് ഇറങ്ങിയതാ. അപ്പോഴാ മാന്താനത്തെ ദാസ് ഓടി എന്ന് പറഞ്ഞത് യേശുത്തെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. ഞാൻ വിചാരിച്ചു ചുമ്മാ പിടിച്ചോണ്ട് പോയതായിരിക്കുന്നു. ഉച്ചയായപ്പോഴേക്കും രാഘവ മാഷും രാധെ മാഷും മോള ഇവിടെ വന്നോ. അതേ പിഞ്ചു കുഞ്ഞുങ്ങളോടാ പറഞ്ഞത്. അപ്പോഴും ചത്തൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നീട് പറയപ്പൊളിഞ്ഞ് ആരാണ് രാഘവ മാഷ്? ഞങ്ങളുടെയൊക്കെ ഗുരു. ഞങ്ങളൊക്കെ പഠിപ്പിച്ചതാ. ജോസ്റ്റാനെയും കരുണയ്ക്കും ഒക്കെ പഠിപ്പിച്ചതാ. എന്തുതല്ല മാഷാണെന്നോ. ക്ലാസ് എടുക്കുക മാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ മാഷ് ആശുപത്രി കൊണ്ടുപോകും. നാട്ടിലെ മരണത്തിനും കല്യാണത്തിനും എല്ലായിടത്തും മാഷുണ്ടാവും. ഇവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിയപ്പോ നാട്ടുകാർ മുഴുവൻ ജാഥയാണ് മാഷിനെ മാനന്തവാടി കൊണ്ടുവന്ന് വിട്ടത്. നല്ല മനുഷ്യൻ. ഭാര്യ മരിച്ചുപോയി. മോള് മാത്രമുണ്ട് ഇപ്പം. അതെ. മാഷത് കാണാമെന്നാ. എന്താ വിശേഷിച്ച്? പറയാം. എന്റെ പേര് വസുധ. KMT നെടുങ്ങാടിയുടെ മകൾ. ഓ, നെടുങ്ങാടി മാഷെ അറിയും. സൗഖ്യമായിരിക്കുന്നു? സൗഖ്യം. എങ്ങോട്ട് ദുരിതം പുറപ്പെടാനും തോന്നുന്നു. പെൻഷൻ വാങ്ങാൻ പോവാ. 32 വർഷത്തെ സേവനത്തിനുള്ള അടുത്തു. ആ, പറഞ്ഞില്ലല്ലോ, ഇതെന്റെ മകൾ രാധ. ഹായ്. ഞാനൊരു ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ പഠിച്ചിറങ്ങിയതാ. സഹാവ് ജോസഫിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാഷിനൊന്നും അറിയാനുണ്ടായിരുന്നു. അച്ഛൻ ഫ്രീ അല്ല. ഞാൻ കാത്തിരിക്കാം. നിങ്ങൾ ടൗണിൽ ഡോക്ടറെ കൂടെ കാണുന്നുണ്ട്. ചെക്കപ്പിനായി താമസിക്കും. മൈൻഡ്. ഞാൻ കാത്തിരിക്കാം. അല്ലെങ്കിൽ ഞാനും മാഷോടൊപ്പം വരാം. നമുക്ക് സംസാരിക്കാലോ. അത് അസൗകര്യമാണ്. ആ, വന്നോളൂ. നെടുങ്ങാടി മാഷും ഞാനും നല്ല സൗഹൃദത്തിലായിരുന്നു. ജോസഫ് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. നാട്ടുകാർക്കെല്ലാം സമ്മതൻ. പഠിക്കാൻ വളരെ സമർത്ഥൻ. അങ്ങനെയാണല്ലോ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയത് തന്നെ. പിന്നെ ജോസഫിനെ പറ്റി പറയുമ്പോ കരുണന്റെ കാര്യം പറയാതിരുന്ന ആ ചിത്രം അപൂർണമായിരിക്കും. അത്ര വലിയ കൂട്ടുകാരായിരുന്നു അവർ. എന്റെ ഏറ്റവും വലിയ അസറ്റ്സ്. ജോസഫ് ഒരു ഭീകരപ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ജനകീയ സാംസ്കാരിക വേദി പ്രവർത്തനത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു എന്നത് സത്യമാണ്. ഗർഭിണിയായ ഒരു ആദിവാസി യുവതിയെ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ചികിത്സിക്കാൻ മടിച്ച ഒരു ഡോക്ടറെ അവർ ജനകീയ വിചാരണ നടത്തി. വ്യക്തമായി പറഞ്ഞാൽ അസമത്വത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. അത് വിപ്ലവമെങ്കിൽ വിപ്ലവം. ആ, മോളെ വസുധ ഓർമ്മയില്ലേ? നെടുങ്ങാടി മാഷ്ട മോള. പറഞ്ഞു വന്നപ്പോ എല്ലാം പരിചയമാണ്. മാതൃഭൂമിയിലൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. ഡിലൻ തോമസിന്റെ കവിതകളെ കുറിച്ചുള്ള ഒരു പഠനം പഴയ മാതൃഭൂമിയിൽ മാഷ് എഴുതി ഓർക്കുന്നു. ആ, ബോംബെയിലായിരുന്നു. നെടുങ്ങാടി മാഷ് അവിടെ ജേർണലിസം പഠിപ്പിക്കുകയായിരുന്നു. ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട്. ഒരു കണക്കിന് നോക്കിയ അധ്യാപകർക്കുള്ള ഒരു അനുഗ്രഹം ശിഷ്യന്മാരാ. ശാപവും. നീ അല്ലേലും സിനിക്കാണ്. അച്ഛന്റെ ശിഷ്യന്മാരുടെ കാര്യം തന്നെ എടുക്കാം. വേണ്ട, നീ ഒന്നും പറയണ്ട. പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും പരസ്പരം എല്ലാം അറിയാവുന്നത് തന്നെ. നമുക്ക് ഭാഷയില്ലാതെ സംസാരിക്കാനാവും. ഒരു വിധത്തിൽ പറഞ്ഞാൽ
ജോസഫിന്റെ പ്രവൃത്തികൾക്കും ജീവിതത്തിനും കുറെയൊക്കെ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്, പരോക്ഷമായിട്ടാണെങ്കിലും. ജോസഫിനെ മോൾഡ് ചെയ്യുന്നതിൽ അച്ഛന്റെ പങ്ക് വളരെയധികമാണ്. ജോസഫിന്റെ കത്തുകളും ഡയറികളും ഒക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു അമൂല്യ നിധി പോലെ. ഡയറിയിലെ ഏറെ ഭാഗം ചെലവഴിച്ചിരിക്കുന്നത് രാഘവമാഷനുള്ള സൗകര്യത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്രപരമായ ഭാഗവതത്തെക്കുറിച്ചുമായിരുന്നു. അവനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് ഞാനായിരുന്നു. കരുണനെയും യൂറോ കമ്മ്യൂണിസം അരച്ചു കലക്കി കുടിച്ചിരുന്നു. ഡയറിയിലും മറ്റ് കയ്യെഴുത്ത് പ്രതികളിലും വിശദമായി കിടക്കുന്ന പരിഭാഷകൾ ആൽത്തോസറും ഗ്രാംഷിയും റവീസ് ദിബ്രയും എല്ലാം ഭാഷാന്തരം ചെയ്തിരിക്കുന്നു. ഞാൻ ജോസഫിന്റെ കൃതികളെല്ലാം കമ്പൈൽ ചെയ്ത് ഒരു പുസ്തകമാക്കാൻ വിചാരിക്കുന്നു. നല്ലത്, എന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ജോസഫിന്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം. അവിടെ ഒട്ടും സൗകര്യമില്ലല്ലോ. അത് സാരമില്ല, അവരോടൊപ്പം കുറച്ചു ദിവസം താമസിക്കണമെന്ന് വിചാരിക്കുന്നു. രാധയ്ക്ക് ജോസഫിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നോ, ഇല്ല, ഒന്നുമില്ല. നിങ്ങളെ പോലെയുള്ള സ്യൂഡോ ഇന്റലക്ച്വൽസിനെ തുച്ഛമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഫോർ ദം. ഇവളിപ്പോഴും പ്രസക്തി നഷ്ടപ്പെട്ട വിപ്ലവ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുടെ നൊസ്റ്റാൾജിയയിൽ കഴിയുക. ഇന്ത്യയിലാകമാനം 19-ലധികം ഗ്രൂപ്പുകളുണ്ട്. വിഭജനത്തിന്റെ താത്വികത ആദർശവൽക്കരിക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന് വേണ്ട. അച്ഛന്റെ ഭാഷ കൂടുതൽ ഓർണമെന്റലാവുന്നു. ആത്മാർത്ഥത നഷ്ടപ്പെടുമ്പോഴാണ് ഭാഷ കൂടുതൽ പോളിറ്റിക്കാവുന്നത്. കേരളത്തിൽ ഇന്നിപ്പോ നക്സൽവാദി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ CPI-ML ഗ്രൂപ്പുകൾ പോലും ശരിയായ രീതിയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചരിത്രത്തിന്റെ ആവശ്യമനുസരിച്ച് വരികയോ ചെയ്യുന്നില്ല. അത് വളരെ നിരാശാജനകമായിട്ടൊരു കാര്യമാണ്. പിന്നെ രാഷ്ട്രീയ രംഗം മുഴുവൻ അഴിമതി പറഞ്ഞിരിക്കുന്നു. നക്സലൈറ്റ് പ്രസ്ഥാനം വിഭാവനം ചെയ്ത ഒന്നും തന്നെ നടപ്പിലായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒട്ടും എന്താ പറയുന്നത് വിഷണറി ആയിരുന്നില്ല, ദീർഘവീക്ഷണമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. ചരിത്രപരമായ ഒരു അനിവാര്യതയായിട്ടാണ് നക്സൽവാദി പ്രസ്ഥാനം ഇന്ത്യയിലും കേരളത്തിലും ഉടലെടുത്തത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണഫലങ്ങളും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോ പ്രതിഷേധ ശബ്ദങ്ങളോ പോരാട്ടങ്ങളോ ചെറിയ തോതിലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പഴയ നക്സലൈറ്റ് മൂവ്മെന്റിൽ പങ്കെടുത്തവരോ അതിന്റെ അനുഭവ പാഠങ്ങൾ കൊണ്ടവരോ ഒക്കെ ആയിരിക്കും അതിന് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവുക. ആ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഇല്ല, ഈ ചെറുത്തുനിൽപ്പുകളും ഇല്ലെങ്കിൽ ഇന്ന് കേരളം ജീവിക്കാൻ പോലും കൊള്ളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നക്സൽവാദി പ്രസ്ഥാനം അതേപടി ഇനി വേണമെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. പഴയ മൂവ്മെന്റ്സിൽ നിന്നും വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും പുതിയ പ്രവണതകൾ ഇപ്പം ഞാനിപ്പോ ഫെമിനിസ്റ്റ് മൂവ്മെന്റിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേസമയം സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു വൻ സമരത്തെക്കുറിച്ച് ഞാൻ വിഭാവനം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊന്നും ഉണ്ടായേ തീരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും ഭീകരമാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം. രാഹകുഞ്ഞോ, എന്താ ഈ വഴിയൊക്കെ? കൂടെ ആരാ? നമ്മുടെ ദാദാവായി നവറേജി ഉണ്ടല്ലോ. കണ്ണു തീരെ പറ്റുന്നില്ല, തീരമാണെന്നാ തോന്നുന്നത്. ആപ്രേഷൻ വേണം. ഒരു കാര്യം പറയാനുണ്ടോ? അച്ഛൻ പറഞ്ഞിട്ടതാ, വസതിക്ക് കുറച്ചു ദിവസം നിങ്ങളോടൊക്കെ താമസിക്കണമെന്നുണ്ട്. അയ്യോ, എന്തോന്നാ മോളെ ഈ പറയുന്നത്? ഇവിടെ അതിനുള്ള സൗകര്യം വല്ലതും ഉണ്ടോ? നിങ്ങളുടെ സൗകര്യത്തിനും കഴിഞ്ഞോളോ? ആയിക്കോട്ടെ. മാഷ് പറഞ്ഞ പിന്നെ ഇതിൽ അപ്പുറമൊന്നുമില്ല. എന്നൊരു കാര്യം, വല്ലതും കഴിക്കാനാണെങ്കിൽ ഇവിടെയുള്ളവരുടെ കാര്യം തന്നെ പറയുന്നില്ല. അങ്ങനെ ഞാൻ സഹാവ് ജോസഫിന്റെ വീട്ടിൽ താമസം തുടങ്ങി. ആ കുടുംബത്തിലെ ഒരംഗമായി. എനിക്കും അത് തന്നെ തോന്നിയിട്ടുണ്ട്. ഇനി CID അല്ല, എന്തായാലും ഓൾ പോലീസിന്റെ ആളാ. എന്തായാലും ഓളുടെ മുഖത്ത് എന്തോ ഒന്നുണ്ട്. ആരോടോ എന്തോ ചെയ്യാൻ പ്ലാൻ ഇട്ടതുപോലെ. നിനക്ക് എന്തൊക്കെ രാജവിശേഷങ്ങൾ? ഓരാരാ? ഓര് നമ്മുടെ ആളാ. ഓരാരായാലും നമ്മുടെ പൊന്നാര സഖാവിന്റെ അനിയത്തില്ലേ? നമ്മുടെ സഖാവ്. അന്ന് നമ്മുടെ സുഹൃത്തിന്റെ കുട്ടിക്ക് രാത്രി ദണ്ഡം കൂടി. ജോസഫ് സഖാവായിരുന്നു രാത്രി എടുത്തുകൊണ്ട് കാറ്റിക്കൊടുത്തുകൊണ്ടുപോയത്. പാവം
കുഞ്ഞപ്പയുടെ മോടെ മംഗലത്തിന് സ്വന്തം അമ്മയുടെ കരുത്തിൽ കിടന്ന മാല വരെ ഊരിക്കൊടുത്തവനാ നമ്മുടെ സഖാവ്. മംഗലം തീരുന്ന വരെ സഖാവ് ഉണ്ടായിരുന്നു എല്ലാറ്റിനും. ജോസ്റ്റാൻ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. അവളെ പറഞ്ഞു വിടുക പാവം. എവിടേക്ക്? പെരുവഴിയിലേക്ക്. അവളെ നീ ഓർമ്മ വേണ്ട. എന്തേ ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. അവൾ ഗർഭിണിയാണ്. അവനവൾ കൊച്ചുകുട്ടിയല്ലേ, പ്രായപൂർത്തിയായി കാണും. അതല്ലേ ഗർഭിണിയായത്. മോളെ, ആരാണ് ഈ ദ്രോഹം ചെയ്തത്? അതറിയില്ല. ഏതോ തമ്പുരാക്കന്മാരുടെ മുന്നേറെ മക്കൾ. ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പാവ അടിയന്മാർ. അവർക്കൊന്നും അറിയില്ല. ഇവിടെ നശിപ്പിച്ചവരെ കൊണ്ട് നമുക്കിവിടെ സ്വീകരിപ്പിക്കണം. നമുക്കിവിടെ കൂട്ടിക്കൊണ്ടു പോവാം. വേണ്ട ചേച്ചി, വേണ്ട. ലീലാളന്മാർ നമ്മളെ വേണ്ട, പ്രശ്നമാ. നാട്ടുകാർ നമ്മളെ കൊല്ലും. ഏത് നാട്ടുകാർ? ഞാൻ പറയുന്നു, നമ്മുടെ മേലാളന്മാർ, ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാർ. എന്നാൽ അതൊന്ന് കാണട്ടെ. നമുക്ക് ഈ കുട്ടി എങ്ങനെ നശിപ്പിക്കാൻ ഒക്കില്ല. ഇവൾ രക്ഷപ്പെടണം. ഇവളെ നശിപ്പിച്ചവനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. നിൽക്കൂ. അങ്ങനെയെങ്കിൽ ഈ താഴ്വരയിൽ 100 കണക്കിന് അവിവാഹിതരായ അമ്മമാരുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യും? ഇവളും ജാനുവിനെ പോലെ കെട്ടറിഞ്ഞു പോകരുത്. ഇനി ഞാൻ ജാനുവിനെ പറ്റി പറയട്ടെ. തിരുനെല്ലി ഗ്രാമത്തിൽ അടിയാന്മാരുടെ കൊല്ലിയിലായിരുന്നു ജാനുവിന്റെ ജനനം. ഏതോ ഭൂവുടമയുടെ 2 കുട്ടികൾക്ക് ജന്മം നൽകി കുടുംബത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും തിരസ്കൃതയായി മാനന്തവാടിയിലെ തെരുവീതികളിലൂടെ അലഞ്ഞു നടന്നു. 1998 ഏപ്രിൽ ദുഃഖ വെള്ളിയാഴ്ച നാൾ മാനന്തവാടി പുഴയുടെ ഒരു ഭാഗത്ത് ദുരൂഹമായി ദുർമരണം സംഭവിച്ച് ജാനുവിന്റെ ഭൗതിക അവശിഷ്ടം കിടക്കുന്നതായിട്ടാണ് ജനങ്ങൾ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള നിങ്ങളുടെ രസീത് കൊണ്ടുവന്നാ മതി. നമസ്കാരം. ഇരിക്കെ. ഈ നാട്ടിൽ അവിവാഹിതരായ അമ്മമാരുടെ കാര്യം ഒരു പ്രശ്നമാണ്. വേണ്ടത്ര പരിചരണം ലഭിക്കാതെ തലചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ കഴിയുകയാണ്. സർക്കാർ എത്ര പണമാണ് ഇവർക്ക് വേണ്ടി മുടക്കുന്നതെന്നറിയോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയെന്ന് വെച്ചാൽ ഈ ബോധവൽക്കരണം ഇപ്പോഴവർക്ക് മുഖ്യധാരയിലേക്ക് വരണമെന്നില്ല. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യാറുണ്ട്. എന്റെ ശമ്പളത്തിൽ നിന്ന് വരെ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് ഫണ്ടിന്റെ നല്ലൊരു പങ്കും ഇവർക്ക് വേണ്ടി ചെലവഴിച്ചതാ. ഒരു പ്രയോജനവും ഇല്ല. വനിതാ കമ്മീഷനെ അറിയിക്കുക എന്നത് എനിക്ക് ചെയ്യാനാവും. തൽക്കാലം ഈ കുട്ടി എവിടെയെങ്കിലും താമസിപ്പിക്കണ്ടേ? ചുമ്മാ വഴിയിൽ അലഞ്ഞു നടന്നാൽ. അതിനു മുമ്പ് ആരാണ് ഇതിന് ഉത്തരവാദിയും അറിയണം. അത് അവളോട് ചോദിച്ചാൽ പറയുമോ? ഞാൻ ചോദിച്ചു നോക്കാം. എന്തായാലും മാഷ വീട്ടിൽ നിർത്താൻ നോക്കാം. അവിടെ ഒന്ന് ചോദിച്ചാലേ. അവൾ ഇവിടെ നിൽക്കട്ടെ. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരാളെ 2 ആളെ ചിലപ്പോൾ നമുക്ക് അക്കൗണ്ട് നോക്കും. പക്ഷെ ഇവിടെ നമുക്കൊന്നും ചെയ്യാനാവില്ലേ? ഒക്കും. നിങ്ങൾക്കൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാനാവും. ആദിവാസി മേഖലയിലെ അവിവാഹിതരായ അമ്മമാർ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം കഴിയും. പിന്നെ പുതിയ മേച്ചപ്പുറങ്ങൾ തേടി നിങ്ങൾ പോകും. സെൻസേഷനുള്ള സബ്ജക്ട് തേടി നിങ്ങൾ പോകും. ഇവരിവിടെ അനാഥരായി കഴിയും. എങ്ങുമല്ലാതെ, ആരുമില്ലാതെ. ഇവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളതാണ്, പരിഹരിക്കപ്പെടാനുള്ളതല്ല. നിങ്ങൾ പരിഹാരം ആഗ്രഹിക്കുന്നുമില്ല. എന്റെ പ്രത്യാശകളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. അസ്തമിക്കുന്ന സൂര്യൻ പ്രപഞ്ചത്തെ നോക്കി ചോദിച്ചു, എന്റെ അഭാവം നികത്താൻ ആരുണ്ട് എന്ന്. പ്രകൃതി നിശബ്ദയായി. ചോദ്യം ആവർത്തിച്ചപ്പോൾ മൺചിരാതുകൾ മറുപടി പറഞ്ഞു, പ്രഭു, ഞങ്ങളാലാവും വിധം. ടാഗോറിന്റേതാണ്. ഐ എം ഒപ്റ്റിമിസ്റ്റിക്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവും. രാധ എന്താ എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുന്നത്? എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ? ആർക്കറിയാം. ഞാൻ കാണുമ്പോഴേക്കും ഇങ്ങനെ രാധേച്ചി ഇന്നും ദേഷ്യത്തിലേ സംസാരിക്കാറുള്ളൂ. ജോസ്റ്റാനും കർണേടിനും രാധേച്ചിയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാ. ജോസഫ് മരിക്കുമ്പോൾ രാധേച്ചി ഡൽഹിയിലായിരുന്നു. അവിടെ
പഠിക്കുകയായിരുന്നു. പഠിത്തമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരിൽ ഒരാൾ മരിച്ചു. മറ്റേയാൾ ജയിലിലായി. പിന്നെ എല്ലാരോടും ദേഷ്യ. എങ്ങോണ്ടൊക്കെ വലിയ ജോലി കിട്ടിയതാ. എങ്ങും പോവുകയല്ല. എന്താ എല്ലാരും കൂടെ? ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. എന്താ കണ്ടില്ലേ? കണ്ടു. ഇനി പോവാ. അങ്ങനെ പോകാൻ വന്നതല്ല. പിന്നെ കൂലി കൂടുതൽ വേണം. വർഗീസ് നാഴിക്ക് വേണം അളക്കാൻ. വർഗീസ് നായി വരുന്നല്ലോ നടക്കുന്നത് വർഗീസ് നാഴിക്ക് തന്നെ വേണം. വർഗീസ് നായി ഒറ്റ ഇല്ലെങ്കിൽ ഇപ്പൊ മേടിക്കും. ഓടുന്നു. എന്താ എല്ലാരും കൂടെ? പറയാം, വിശദീകരിച്ച് പറയാം മകന്റെ മഹത്വങ്ങൾ. ഈ കുട്ടിയോടെ നിർത്തിക്കോ. ഇവളാ കൈപ്പാടന്റെ മോളല്ലേ? ഇവക്ക് എന്ത് പറ്റി? അത് മോനോട് ചോദിക്കണം. ഇവളെ ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതാ. നിർത്തിക്കോ? ഒന്നോ രണ്ടോ അടിയാത്തികളെ കൂടെ കാലിപ്പുര നിർത്താനാകും. അടി ലേശം ജാസ്തിയാ. അങ്ങനെ നിർത്താനല്ല. എന്തായാലും ശരി, നിങ്ങളുടെ മകൻ ഇവളെ വിവാഹം കഴിക്കണം. അത് സാധ്യമല്ല. ഞാൻ സമ്മതിച്ചാൽ തന്നെ, എന്റെ മകൻ സമ്മതിച്ചാൽ തന്നെ മൈനറായുള്ള രണ്ടുപേർ തമ്മിലുള്ള വിവാഹം സർക്കാർ വിരുദ്ധമാണ്. ഇയാളുടെ പേരിൽ പോലീസിൽ പരാതി കൊടുക്കണം. കേസെടുക്കട്ടെ. പീഡനമായാലും വാണിഭമായാലും ലെറ്റസ് ബി പ്രാക്ടിക്കൽ. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത്? എന്താ ഇപ്പൊ ചെയ്യുക? അങ്ങത് കലക്കി കളയാം. അതാ പ്രായോഗികം. ഭ്രൂണഹത്യ ഗവൺമെന്റ് അംഗീകരിച്ചതുമാ. തന്റെ മകൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ തനിക്ക് ആ വേദന അറിഞ്ഞേനെ. ഉടയവരുടെ തല്ലുകൊണ്ടും തെരുവിളി കേട്ടും എത്ര നാൾ ഇവർക്കിടെ പിടിച്ചു നിൽക്കാൻ കഴിയും? മണ്ടത്തരം കാണിച്ചിട്ട് ഉരുളുന്നോ? എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അടിയാത്തിയെ ഇനിയും ഭാര്യയായിട്ട് വെച്ചോ. പണ്ടത്തെ കാലൊന്നും അല്ല. എന്താ ഇവിടെ? ഇവിടെ ഇവിടെ നിൽക്കട്ടെ. ഈ കുട്ടി ഇവിടെ തന്നെ കഴിയണം. അത് വേണ്ട. എന്റെ കുഞ്ഞിനൊന്നും അറിയില്ല. അവസാനം പേര് വന്നപ്പോ അവന്റെ തലയിലായി. പാവം എന്റെ പൊന്നുമോൻ. പൊന്നുമോൻ ഇവളിവിടെ തന്നെ നിൽക്കട്ടെ. ഇല്ലേ നീ എന്ത് ചെയ്യും? അത് പിന്നീട് തീരുമാനിക്കും. എന്നെ അറിയാമല്ലോ. ഓ അറിയും. ആ വരത്തൻ ചേട്ടന്റെ മോള് ഈ ചേട്ടന്മാരെ കൊണ്ട് ഇവിടുത്തെ ജീവിക്കാൻ വയ്യെന്നായി. വങ്കത്തിലും പറയാതെ. ഈ കുട്ടിയെ നിങ്ങൾക്ക് അറിയില്ല. നാട്ടുകാരുടെ കണ്ണിനുള്ളിയായിരുന്ന സഖാവ് ജോസഫിന്റെ സഹോദരിയാ. ഓ അറിയാമേ. എന്നിട്ടെന്താ? പോലീസുകാരെ പിടിച്ചോണ്ട് പോയി മൂന്നാം പക്കം ശവം പായി പൊതിഞ്ഞേറ്റി കൊണ്ടുവരില്ലായിരുന്നോ? നീ മിണ്ടായിരിക്കും. ആൾക്കാർ കേട്ട നാണക്കേടാവുന്നേ. പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ശരീരത്തിൽ ഒഴുകുന്നതും സഹാബ് ജോസഫിന്റെ രക്തം തന്നെയാണ്. ഓടിയോർന്ന് അല്ലെങ്കിൽ ചൂലെടുത്ത് ഞാൻ അടിക്കും. എന്നാലും ഒന്ന് കാണട്ടെ. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോന്നേ. ഞാൻ പറഞ്ഞല്ലേ ഈ കൊച്ചിനെ ഇവിടെ പഠിപ്പിച്ചോളാന്ന്. അവന് വല്ലതും കൊടുക്ക്. നീ അപ്പുറത്തോട്ടില്ലേ? അതല്ലേ ഓക്കെ, പുറത്തേക്കല്ലേ? അതല്ലേ രാധയെ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. ഞങ്ങൾ ആ കുട്ടിയെ അവളെ നശിപ്പിച്ചവന്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു. നല്ലത്. ഒരു സൽപ്രവൃത്തി ചെയ്തതിന്റെ ചാരിതാർത്ഥ്യം തോന്നുന്നു. ആട്ടിൻകുട്ടിയെ ചെന്നൈക്കയുടെ താവളത്തിൽ കൊണ്ട് ഏൽപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യം അല്ലേ? കുറഞ്ഞപക്ഷം ആ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കാം. അവളെ അവർ വേണ്ടവണ്ണം മരുമകളായി കരുതുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ പയ്യന് പോലും അവളോട് സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല. സ്നേഹം ഹൃദയത്തിൽ നിന്നും വരണം. തെരുവിലൂടെ അലഞ്ഞു നടന്ന് ദേശവർത്തി എടുക്കുന്നതിനേക്കാൾ ഭേദമല്ലേ? വേണം എടുത്ത് കഴിച്ചോ. ഓ മോങ്കുട്ടാ, നിനക്കെന്ത് പറ്റി ഇങ്ങനെയൊക്കെ തോന്നാൻ? എനിക്ക് ഒന്നും അറിയാത്ത പാവം കുട്ടി. കണ്ടും തടിയുണ്ടെങ്കിലും പൊടിക്കുന്നല്ലേ?
10-15 വയസ്സുണ്ടാവും. കഷ്ടം. ഈ കുഞ്ഞിനെ കൊണ്ടാണല്ലോ ആളുകൾ അതൊക്കെയാതി പറഞ്ഞുണ്ടാക്കുന്നത്. മോനെ, ഈശ്വര, എന്റെ കുഞ്ഞ് ഇന്നും കെടുത്തില്ലല്ലോ. മോനെ, മോനെ, നീ നടത്തുവാ, മഞ്ഞുള്ളതെ. അവിടെ മൂന്നാറ് കിടക്കടി. അസ്വീകരം. ഇതിങ്ങനെയായ പ്രശ്നം വല്ലതും ഉണ്ടോ? ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ ചെവി അറിയരുത്. തിരുമേനി അത് ഇങ്ങോട്ട് വിട്ടേരെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. മറ്റു കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഓ, പഴയ കാലമൊന്നുമല്ല. ഞാൻ വിശേഷിച്ച് പറയണ്ടല്ലോ. ഈ പാടിച്ചു കിടന്നോ. ഞങ്ങളിത് ആദ്യമായിട്ടല്ലല്ലോ, എല്ലാം അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ട്. ഒരു മുൻകൂർ ജാമ്യം പോലെ എന്തെങ്കിലും വന്നാ ഇതിന് വേണ്ട ചെയ്യണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? തല്ലി ഞങ്ങൾ മേടിച്ചോളാം. പക്ഷേ ജാമ്യത്തിൽ നിൽക്കാൻ തിരുമേനി വേണം. ഏറ്റു ആ കാര്യം ഞാൻ ഏറ്റു. വാ നിന്നെ കൊണ്ടുപോവാ. മടിക്കണ്ട വച്ചേ, നിന്റെ രമണിക്ക് വേണ്ടിയാ. അങ്ങോട്ട് കേറ്. കേറടി വച്ചേ. ഇത് കഴിയില്ല. ഓ, ഇത് മതിയോ? കണക്കൊക്കെ പിന്നെ പറയാൻ തിരുമേനി. കേൾക്കേ വണ്ടി കേറാ. അതെയോ? അയ്യോ, നിങ്ങൾ നമ്മൾ കൊണ്ടുവിട്ട കുട്ടിയല്ലേ ഇത്? ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ഇവളുടെ ജീവിതം കുഴപ്പത്തിലാവുമെന്ന്. എന്തേ? അങ്ങനെ വിട്ടാ പറ്റില്ല. ആദ്യം നമുക്ക് ഇവിടെ ആശുപത്രിയിൽ എത്തിക്കണം, പോലീസിൽ അറിയിക്കണം. നോക്കട്ടെ ഇവിടെ നീതിയും ന്യായവും ഉണ്ടോന്ന്. വരൂ, പിടിക്ക്. കണ്ണു തുറക്കേ. കൊണ്ടുപോകാം. വേണ്ട, ഇനി ഇവിടെ ആരും നോക്കണ്ട. ഇതൊക്കെ ഞങ്ങളുടെ വിധിയാ. എന്താ ഈ പറയുന്നത്? എന്നെ തന്നെ ഒന്ന് നോക്കിക്കേ. ഇത്തരം നിറം ഞങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കുമില്ല. ഏതോ തമ്പുരാൻ പിഴപ്പിച്ച് നശിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ മകനാണ് ഞാൻ. ഇപ്പോ ആദിവാസി രാരപ്പനായി കഴിയുന്നു. നിങ്ങൾ ആരും ഇവർക്ക് വേണ്ടി ഇനി കണ്ണീര് പൊഴിക്കണ്ട. ഇവളെ ഓർത്ത് വേവലാതി പെടുകയും വേണ്ട. ഇവളെ ഞാൻ നോക്കും. നിൽക്കൂ. വേണ്ട, ഞങ്ങൾ നടക്കട്ടെ.
ഞാനപ്പാ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിനക്ക് അവളെ രക്ഷിക്കാനാവും. പക്ഷെ പ്രശ്നം അതുകൊണ്ട് തീരുന്നില്ല. ഇനിയും എത്രയോ പേര് ഇതുപോലെ ഉണ്ട്. അവരെന്ത് ചെയ്യും? പറയൂ, അവരെന്ത് ചെയ്യും? എന്നെ കാണാൻ വന്നതാ. എന്താണ് വിശേഷിച്ച്? എന്നെ അറിയില്ലേ? പറയാൻ അങ്ങനെ അറിയും, പറഞ്ഞാൽ തന്നെ അറിയുകയല്ല, പിന്നെ പറയാതിരിക്കൂടിയാണെങ്കിലോ. എടി ശോശാമോ, നമ്മുടെ മൂത്ത മോക്ക് ഒരാലോചനയുമായി വന്നതാ. നമ്മുടെ മോളോ? ഇതെന്റെ ഗ്രൂപ്പ് ഇൻഷുറൻസ് വല്ലോ ആണോ? അല്ല, ഈ നമ്മുടെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പൂജക ബഹുജനമായിട്ട് ചേട്ടനോടുള്ള ഒരു മമത. അങ്ങനെ ബഹുമാനിച്ചോ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കാല് കെട്ടി തരണോ? ഞാൻ ചെറുക്കിനെ കൂട്ടി ഇനി വരും. എന്തുവാ? ശോശാമോ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതൊന്ന് കേക്ക്. ഈ കോള ഏതാണ്ടൊക്കെ പറയുന്നു. എന്നെ ബഹുമാനിക്കണമെന്നോ നിന്നെ ബഹുമാനിക്കണമെന്നൊക്കെ. ബഹുമാനിച്ചോന്നും ഞാനും പറഞ്ഞു. അല്ലേ, നമ്മളെ ആരെങ്കിലും ബഹുമാനിക്കണമെന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? ചേട്ടന് എന്നെ അറിയില്ലേ? ഞാൻ ഇവിടുത്തെ കൊച്ചിന്റെ ആലോചനയുമായി വന്നതാ. പയ്യൻ ദേഹം ഉന്നരം. ഞാൻ ചെറുക്കനുമായി ഇനി എത്തിക്കോളാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാ വരുന്നത്. ഇവിടുത്തെ കാര്യം എന്നാണോ പ്രത്യേകിച്ച് അറിയാൻ? ഇവിടെ വേണ്ട ഇരട്ട പറ്റി കിടക്കുന്നു. അല്ല പിന്നെ അതല്ല. പിന്നെ ശ്രീധരൻ ചോദിച്ചോണ്ട് വന്ന നമ്മുടെ പാങ്ങും പരുവൊക്കെ അറിയാവല്ലോ. അത് പിന്നെ അറിയത്തില്ലയോ? എന്നാ പിന്നെ പോയിട്ട് പിന്നെ വരാം. പുതിയ ഡിസൈനാ. നോക്ക്, ജോസ്റ്റാൻ മരിച്ച പിന്നെ ഇവിടെ വന്ന് തുണി മേടിക്കുന്നത് ആദ്യമാ. അമ്മാച്ചൻ പിന്നാക്കനാട്ടിന് വരുമ്പോ ആണ്ടുതോറും എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊണ്ടുവന്ന് തരും. പിന്നെ ഡീസിനോടും കുഞ്ഞിനോടും പഴയ സാരിയും ബ്ലൗസും ഒക്കെ തരും. അതെടുത്ത ഞങ്ങൾ വളർന്നേ. ഇതാദ്യമായിട്ടാ ഒത്തിരി നാളിന് ശേഷം പുത്തിനെടുക്കാൻ പോകുന്നു. ഉണ്ടായിരുന്നേ ഡോക്ടറായി. ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ജോസ്റ്റാൻ പകരായി നിങ്ങൾക്ക് വേണ്ടൊക്കെ ഞാൻ ചെയ്യും. ചെറുക്കം ഭീമനാണെങ്കിലും സർക്കാർ ജോലിയാ. ചാകുന്നേരം വരെ പെൻഷൻ കിട്ടും. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന്. എന്തായാലും കാശ് വേണം. കോപ്പറേറ്റീവിന് കടമെടുക്കാന്ന് വെച്ചാ അവിടെ കൊടുക്കാനുള്ളത് വീട്ടാതെങ്ങനാ? പിന്നെന്താ മാർഗം? പെണ്ണിനും കൂടി ഇഷ്ടപ്പെട്ട ഒരു ആലോചനയായിരുന്നു. ഉള്ളതെല്ലാം പണയപ്പെടുത്തി മോനെ പഠിപ്പിച്ചു. അതും പോയി. എന്നതാ ഒരു വഴി? മുട്ടു പുറകെ വേറെ എടുത്ത്. ഗ്രേസിയുടെ വിവാഹത്തിന് വേണ്ടത് ചെയ്തോളൂ. പണം ഞാൻ തരാം. നേരെ മനസ്സിലാരെങ്കിലുണ്ടോ? എങ്കിൽ അയാൾക്ക് മുൻഗണന. അമ്മച്ചി എന്റെ വിഷമിച്ചിരിക്കുന്നു. ഒരു നല്ല കാര്യം വരാൻ പോവല്ലേ, പിന്നെ മുങ്ങി ഒരുമിച്ചാൽ എങ്ങനാ? അതല്ല, പള്ളി. ഓ, പള്ളി. അവള് പറഞ്ഞാലും ന്യായമുണ്ട്. അതുണ്ട്. ചെറുക്കനെ നടക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ടെന്നാ പൊഴിയിട്ടുന്നോ? നീ എന്റെ പാട്ടിന് പോടി. പെൺകൊച്ചിനും ചെറുക്കിനും ഇഷ്ടം വന്ന കല്യാണം നടത്തുവടി. അതിന് പള്ളി അമ്പലം നോക്കണ്ട. പള്ളിയുടെ അതെ, ഗ്രേസിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും ഇഷ്ടമാണ്. ആ വിവാഹം നടത്തിയിരിക്കും, നടത്തും. ഞാൻ മോളെ.
പ്രിയപ്പെട്ട ജോസഫ് കരുണൻ, ഞാനിപ്പോൾ ഡൽഹിയിലെ അത്യുഷ്ണത്തിൽ എരിയുകയാണ്. പണ്ട് വായിച്ചൊരു കവിതയിലെ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ പഞ്ചേന്ദ്രിയങ്ങളും കത്തിയെരിയുന്നു. ഞാൻ കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം അഗ്നിജ്വാലകളിലൂടെയാണ്. ആരുടെ മോടെ കത്ത്? കരുണേട്ടന്റെ കത്ത. അമ്മച്ചി, ചേച്ചി, കരുണേട്ടന്റെ കത്ത. പ്രിയപ്പെട്ട അപ്പനും അമ്മച്ചിയും നീക്കും ദേശീയ അറിയുന്നതിനും ഈ കത്ത് എഴുതുന്നത് നിങ്ങൾക്ക് വെറുക്കുന്നതിന് ഞാൻ ധരിക്കുന്ന കരുണനാണ്. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഈ കത്ത്. വരുന്ന ബുധനാഴ്ച ഞാൻ ജയിൽ നിമിത്തനാവുകയാണ്. 7 നാളത്തെ ഏകാന്തവാസത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങുകയാണ്. ജോസഫിന്റെ മരണത്തിന് ഞാൻ കൂടി കാരണമാകേണ്ടി വന്നതിൽ എനിക്കുള്ള വേദന വേണ്ട എന്നും ഞാൻ പറയുന്നില്ല. ഒരപേക്ഷയുണ്ട്, എന്നെ വെറുക്കരുത്. എനിക്ക് അപ്പനും അമ്മയും കുട്ടികളും കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എനിക്കിനി ബന്ധുക്കളായി അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ആ വീട്ടിലേക്ക് വരാൻ ഒറ്റയ്ക്ക് സങ്കോചമുണ്ട്. ജയിൽമോചിതനായി ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമാണെങ്കിൽ, വരുന്നതിന് എതിർപ്പില്ല എങ്കിൽ വഴിയരികിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന വിധത്തിൽ ഒരു ചെറിയ കഷ്ണം വെള്ളത്തുണി വീടിന്റെ പുറത്തെവിടെയെങ്കിലും കെട്ടിവെക്കുക. അത് കണ്ട് ഞാൻ ആ അടയാളം ഇല്ല എങ്കിൽ നേരെ നടന്നു പോയിക്കൊള്ളാം, നിങ്ങൾ അറിയാതെ. കരണം പറഞ്ഞു നമ്മുടെ മോൻ. ഞാൻ തെറ്റില്ലെന്നേ ഉള്ളൂ. അവൻ എന്റെ ഞാൻ തന്നെയാ. ചേച്ചി കരഞ്ഞിട്ട് വരുന്നു. നിങ്ങളുടെ കരഞ്ഞിട്ടും എവിടെടി വെള്ളത്തിൽ വാരി വലിച്ച് കറ്റടി. എന്റെ മോൻ വരട്ടെ. അവര് വീട്ടിൽ വരുന്നതിന് സങ്കോചമോ? വരട്ടെ, എന്റെ വെള്ളം കൊണ്ട് വെച്ച് കീറി കെട്ടടി. അതിനകത്തിന് വെള്ളം കൊണ്ടില്ലല്ലോ. ഉള്ളതെല്ലാം എടുത്തെടുത്ത് മഞ്ഞിക്ക് പോയില്ലേ? മഞ്ഞ എങ്കിൽ മഞ്ഞ. എന്റെ കുഴിയെല്ലാം എടുത്ത് കെട്ടടി. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. കരുണൻ അഭിവാദ്യങ്ങൾ, സഖാവ് കരുണൻ അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ഞാൻ കരുതിയിട്ടില്ല. സുസമയം നമ്മുടെ മോ ഇവളോ? അമ്മച്ചി, ഇവൾ വഞ്ചികയാണ്. നമ്മുടെ ജോസൂട്ട് ഒറ്റ കൊടുത്ത പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച ഇവളാണ്. എനിക്കൊരു ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്കൊന്നുമില്ല. അതിവിടെ കൊന്നിട്ടായിരിക്കും. കൊല്ലില്ല, ഇത് കൊല്ലില്ല. പട്ടിയില്ലാതെ കഴിയുന്നു.
ഹലോ ജോസഫ്. ലാൽ സലാം. എന്റെ ഒരു സുഹൃത്തിന്റെ മകളാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയതാണ്. ഹലോ. ഹലോ, ഇതെന്റെ ഫ്രണ്ട് സഖാവ് കരുണാൻ. ഹലോ. ഹലോ. നെടുങ്ങാടി മാഷ അറിയില്ലേ? KMT നെടുങ്ങാടി. ക്രിട്ടിക്കാണ്. അറിയും. സിനിമയെ പറ്റിയൊക്കെ എഴുതാറുണ്ടല്ലോ. സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പേരിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സിനിമ സംബന്ധിച്ചുള്ള ഗ്രന്ഥത്തിന് നാഷണൽ അവാർഡ് കിട്ടി. ഓ, അത് ശരി. ഞാൻ ഓർമ്മിക്കുന്നു. യെസ്, ഐ ഡു റിമെമ്പർ. ടെക്സ്റ്റ് വായിച്ചിട്ടില്ല. എങ്കിലും അതേപ്പറ്റി മിസ്റ്റർ കുഞ്ഞികൃഷ്ണൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വസുധ ഈയിടെ ഒറീസയിലെ ആണവ നിലയത്തെക്കുറിച്ചും തുടർന്നുള്ള ഭവിഷ്യത്തിനെ പറ്റിയും ഒരു ഡോക്യുമെന്ററി ഫിലിം എടുത്തിരുന്നു. ഐ തിങ്ക് ഇറ്റ് വൺ സം അവാർഡ്സ്. യെസ്, നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നർമ്മദ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയുടെ പണിപ്പുരയിലാണ്. അല്ല, ഇപ്പോൾ വന്ന കാര്യം പറയൂ. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. പറയൂ, ഒന്നും പിടിക്കണ്ട. കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് താങ്കളുടെ സഹായം വേണം. അതിപ്പോ നിങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ട്. പിന്നെ കാണാം. ഓക്കെ, സീ യു ടുമോറോ. പറയടാ. ആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോടാ? ആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവടാ? ആ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ആ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. മനസ്സിലായോ? ബ്രഹ്മാവ് ആരെന്നറിയോടാ? ബ്രഹ്മാവ് ആരെന്നറിയോടാ? ഈ ലോകം സൃഷ്ടിച്ച ആളാണ്. ഈ ലോകം സൃഷ്ടിച്ച ആളാണ്. അദ്ദേഹം ലോകത്തെ സൃഷ്ടിച്ചു. അദ്ദേഹം ലോകത്തെ. പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചു. പിന്നെ ഞങ്ങൾക്കായി ഇക്കാണുന്നതെല്ലാം സൃഷ്ടിച്ചു. ഇക്കാണുന്നതെല്ലാം സൃഷ്ടിച്ചു. നിങ്ങളെ മനസ്സിലായോ? മനസ്സിലായോടാ? സാക്ഷരതാ കലാശാലയുടെ ഒരു ഉയർന്ന രൂപമായിട്ടാണ് നാടികത്തി എന്ന് പറഞ്ഞ നാടകം 1978 എഴുതുന്നത്. അതില് ഈ വയനാടിന്റെ 2 നൂറ്റാണ്ടിന്റെ ചരിത്രം, ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ വയനാട്ടിലെ ആദിവാസികളുടെ കഷ്ടപ്പാടിന്റെ ചരിത്രം പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ശരിക്കും നാടികത്തി എന്ന് പറഞ്ഞ നാടകത്തില്. അവര് അടിയോർന്ന് പറഞ്ഞ ആദിവാസികളുടെ കാരണവന്മാര് പറഞ്ഞു തന്നിട്ടുള്ള കുറെ കഥകൾ, അവരുടെ കഷ്ടപ്പാടിന്റെ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളാണ് ഈ ദൃശ്യപരമായിട്ട് ഇതില് ദൃശ്യത്തിലൂടെ ഈ നാടകം നാടകത്തി എന്ന നാടകത്തിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ പറഞ്ഞ കാര്യം ഞങ്ങൾ ആലോചിച്ചു. സോറി, ഞങ്ങൾക്ക് സഹകരിക്കാനാവില്ല. ഇറ്റ് ഈസ് ഫോർ കോസ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്ന അപജയം വിലയിരുത്തുന്നതിൽ വിപ്ലവ പ്രസ്ഥാനത്തിനുണ്ടായ മാറ്റം അതൊരു സ്റ്റഡിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിപ്ലവം ഒരിക്കലും അപജയം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ചരിത്രത്തിന്റെ നിയോഗമനുസരിച്ച് രൂപമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴും ഒരു കാൽപ്പനിക വിപ്ലവത്തിന്റെ പ്രത്യാശയിലാണെന്ന് തോന്നുന്നു. സംഘം ചേരലോ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ബൂർഷ സ്വാതന്ത്ര്യമല്ല ഇവിടെ വിലയിരുത്തേണ്ടത്. സഹജീവികളുള്ള കാരുണ്യം, സഹാനുഭൂതി, അതിലേറെ സഹവർത്തിത്വം. അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വേണം വിളിച്ചോളൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളിലും കഴിയുന്ന ഒരു ന്യൂനപക്ഷം. സർവ്വ ആഡംബരങ്ങൾ സുഖങ്ങളെ അനുഭവിച്ചു കഴിയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത മറ്റൊരു ജനത. കുടിവെള്ളത്തിൽ ശുദ്ധമായി നികുതി കൊടുക്കേണ്ട അവസ്ഥ. ഇത്തരം ക്ലീശ ഡയലോഗുകളുടെ കാലം കഴിഞ്ഞു. പട്ടിണിയെ പറ്റിയും ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു ജനത്തിന് മടുത്തു, വേറായി തീർന്നു. നിങ്ങൾക്കെല്ലാം മടുപ്പ്, എല്ലാം ഒരുതരം ഫാഷൻ. നിങ്ങൾക്ക് ഞങ്ങളെ പുച്ഛിക്കാനാവും. യാങ്കി ഇന്റീരിയേഴ്സിന്റെ അനുകർത്താവ്. ഇതെല്ലാം ഒരുതരം ബുദ്ധിജീവി ചാടയാ. Come on, get lost. We are not prepared to answer your stupid questions. നിങ്ങൾ പോയിക്കോളൂ. പോയി ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലീസിൽ അറിയിക്കും. നിങ്ങളെപ്പോലുള്ള റിയാക്ഷണറീസിന് എപ്പോഴും ഒറ്റുകാരുടെ മുഖമാണുള്ളത്. കണ്ടുപടുത്ത ഭീരന്റെ മുഖം. ഇൻഫോർമർ. ബട്ട് വൺ തിങ് യു റിമെമ്പർ, നിങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കാനായിരിക്കും, ഓർപ്പിക്കാനാവില്ല. ഒരു കാലത്ത് ഞാനും ഈ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. പുള്ളി ഇൻവോൾവ് ആകാൻ കഴിഞ്ഞില്ല. ഒരു സഹയാത്രികൻ, എ കോ ട്രാവലർ. വസന്തത്തിലെ ഇടിമുഴക്കം സ്വപ്നം കണ്ടു കഴിയുന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്തവർ. എന്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. പ്രായോഗിക ഒട്ടുമില്ലാത്ത ഒരു സമരമുറയായി പിന്നീട് എനിക്ക് തോന്നി. പരിവർത്തനത്തിന്റെ സാധ്യത ഒട്ടുമില്ല. അത്യപൂർവമായ ചില പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചേക്കാവുന്ന യാദൃച്ഛയായി വിപ്ലവം മാറിക്കഴിഞ്ഞു. ജോഗ്രഫിക്കൽ കണ്ടീഷനും സോഷ്യൽ സെറ്റപ്പും എല്ലാം അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ വിപ്ലവത്തിന്റെ പ്രസക്തി യാഥാർത്ഥ്യമായേക്കാം. ഒരു ദീപം പോലെ നാമൊക്കെ ഏതോ അജ്ഞാതമായ ശക്തിയുടെ മഹത്വത്തിലേക്ക് വഴുതി വീഴുകയാണ്. വിപ്ലവം ഉണ്ടാകേണ്ടതും ദൈവേച്ഛ പോലെ. വാസ്തവം ആസ്തിത്വം നമ്മെ ആവരണം ചെയ്തിരിക്കുന്നു. ഞാനൊരു ഫലിതം പറയട്ടെ. ഒരിക്കലും യുക്തിവാദികളുടെ സമ്മേളനം നടത്താൻ എല്ലാവരും കൂടി. പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് മീറ്റിംഗ് നടന്നില്ല.
കാരണം അന്വേഷിച്ചപ്പോൾ സംഘാടകർ പറയുക രാഹുകാലം കഴിയട്ടെന്ന്. ശരിയാണ്, നമ്മുടെ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് എല്ലായ്പ്പോഴും ഗണപതി ഹോമത്തിന്റെ പിൻബലമുണ്ടായിരുന്നു, ഇപ്പോഴും തുടരുന്നു. വൈദ്യുതി വസുധമായി മലയാളം സംസാരിക്കുന്നു. അച്ഛൻ അക്കാര്യത്തിൽ വളരെ നിർബന്ധമായിരുന്നു. ഞങ്ങൾ മക്കൾ രണ്ടുപേരും സുഗമമായി മലയാളം പറയണം, എഴുതണം. ചിലപ്പോൾ നാട്ടിലെ മറ്റു സ്ഥലങ്ങളിലോ ടൂർ പോകുമ്പോൾ കത്തയക്കേണ്ടത് മലയാളത്തിൽ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഓ, അല്ലായിക്കത് മലയാളി അങ്കിൾസ്. മറുനാടൻ മലയാളികളുടെ ഒരു ഫാമിലി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഒരു കൊച്ചുകുട്ടി പറയാ, സി മമ്മി, ലോട്ട് ഓഫ് മലയാളി അങ്കിൾസ് ആർ ഹിയർ. അതുപോട്ടെ, നമുക്ക് എങ്ങനെയും ജോസഫിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. ആ കരുണനാണ് ബിഗ് ടഫ്. നോക്കാം. നോബ്ഡേന് ഒരു പത്രം അവർക്കുണ്ട്, അവിടെ ചെന്നൊരു ശ്രമം നടത്താം. നമ്മൾ കൂടുതൽ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അതിന് ധാരാളം ലോക്കൽ ഡെയിലീസ് ഉണ്ടല്ലോ. ഇപ്പോൾ സൊമാലിയയിലെയോ കംബോഡിയയിലെയോ പ്രശ്നത്തെക്കാളേറെ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് തൃശ്ശൂരിലെയോ പനമരത്തെയോ പ്രശ്നത്തിനാവണം. നമുക്ക് കൂടുതലുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ആളുകളാണ്. പ്രശ്നങ്ങൾ ഏറെക്കുറെയല്ല അവർക്കും അറിവുള്ളത് തന്നെ. വരൂ. ഹസ്താല വിക്ടോറിയ സിയംബ്രെ. ഹസ്താല വിക്ടോറിയ സിയംബ്രെ. മാഷ ഈ വഴിക്ക് കാണാറില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ സിനിമാക്കാരൻ പറയുകയാണ്, ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ്. കളിയാക്കാവിടൂ. ഇത് വസുധ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ഷൻ. ഇരിക്കൂ. നമ്മുടെ നെടുങ്ങാടി മാസ്റ്റർ മോളാണ്. ഭാഷ അറിയില്ലേ? KMT നെടുങ്ങാടി. ഗോദാവരി പള്ളിക്കറുമായിട്ടൊക്കെ നല്ല പരിചയത്തില. ആദിവാസി റിപ്പോർട്ടിൽ വസുധയും ഉണ്ടായിരുന്നു. ആ പുസ്തകം സഹായിച്ചാണ്, അല്ല എന്തൊരു വോൾട്ട്. താൻ എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്നു, അതുകൊണ്ടാണിത്. വസുധയ്ക്ക് ഒരു ഡോക്യുമെന്ററി ചെയ്യണമെന്ന് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണം. ഞാൻ ഇന്റർവ്യൂസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. യുവർ വ്യൂസ്, വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം പറയാം. ലെറ്റ് മീ ബി ഫ്രാങ്ക്. ഏകദേശം 34 തരം കേസുകൾ എന്റെ പേരിലുണ്ട്. കളക്ടറെ ബന്ദിയാക്കി നിർബന്ധിച്ച് ഹരിജന ഭൂമി തിരിച്ചു നൽകിയത്, രേഖകളെല്ലാം കത്തിച്ചു കളഞ്ഞു. പ്രമാണിയുടെ മകൻ ഗർഭിണിയാക്കിയ ആദിവാസി കുട്ടിയുടെ ഗർഭഛിദ്രം നടത്തി അവളെ കൊന്ന ഡോക്ടറെ ജനകീയ വിചാരണ ചെയ്ത് പരിക്കേൽപ്പിച്ചു. അങ്ങനെ ഒട്ടനവധി. പോലീസിന്റെ പിടികിട്ട പുള്ളികളാണ് ഞങ്ങളല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ പിടിക്കുന്നറിയാം. ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും ബോധവാന്മാരാണ്. അതുകൊണ്ട് ബെറ്റർ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇന്നും വേണ്ട. മറ്റുള്ള സഹാക്കളും ആദിവാസികളുമായി ഇന്റർവ്യൂ നടത്തുന്നതിൽ കുഴപ്പമില്ലല്ലോ. അതൊക്കെ ആവാം, കണ്ടു. നിങ്ങൾ പിക്ചറിലേ ഇല്ല, ഒന്ന് സഹായിക്കണം. പ്രധാന പ്രശ്നത്തെ പറ്റി എന്തെങ്കിലും പറയാം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആളുകൾക്ക്
എന്താണ് ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ മേഘങ്ങൾ കാണുകയാണ്, ഒരു ശില്പം പോലെ. ഹെർമൻ ഹെസ്സയുടെ ഒരു ബുക്കിൽ സ്ത്രീയുടെ മഹത്തായ ഭാവത്തെപ്പറ്റി പറയുന്നുണ്ട്. ചക്രവർത്തിയുടെ ഭാര്യ, ജീനിയസിന്റെ സഹോദരി, വിപ്ലവകാരിയുടെ കാമുകി, രക്തസാക്ഷിയുടെ അമ്മ, ഇങ്ങനെ 4 ഡയമെൻഷൻസ് ആണുള്ളത്. സംഭവം ഞാൻ ചെറുപ്പമായതുകൊണ്ടാവാം 4ാമത്തേത് ഒഴിച്ച് മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. സ്ഥിരമായ വേർപാടിന്റെ, മരണത്തിന്റെ വേദനിപ്പിക്കുന്ന മറ്റൊരു മുഖം രക്തസാക്ഷിയുടെ അമ്മയ്ക്കുണ്ട്, തികച്ചും അൺപ്രസന്റ്. ഭാവനയുടെ ആഡംബരമാണെങ്കിൽ പോലും ചക്രവർത്തിയുടെ ഭാര്യ അവന്റെ ചിന്താസരണിയിൽ പോലും വന്നിട്ടില്ല. നിങ്ങൾ നഗരവാസികളായ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരുപാട് ഫാൻസികളുണ്ട്. കൂടെ അനുകരണ ഭ്രമവും. വെരി വെരി സൂപ്പർഫിഷ്യൽ. നിങ്ങൾക്ക് എപ്പോഴും എന്നോട് പുച്ഛമാണ്. പക്ഷേ ഒരിക്കലെങ്കിലും എന്നെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും, ഉറപ്പ്. തുറന്നു പറയുന്നതിൽ മറ്റൊന്നും വിചാരിക്കരുത്. ഐ അഡ്മയർ യു എ ലോട്ട്. നിങ്ങളോട് സംസാരിച്ചിരിക്കുവാൻ വളരെ താല്പര്യം തോന്നുന്നു. വിവാഹം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിന് ഞാൻ എതിരാണ്. എങ്കിൽ പോലും ഒരു സഹയാത്രികയാവാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കോ ട്രാവലർ. ഞാൻ പറയാതെ തന്നെ പറയാൻ ഭാവിക്കുന്ന എന്തെന്ന് നിങ്ങൾക്കറിയാം. Then why you need words? വാക്കുകൾ എന്തിന്, വാചകങ്ങൾ എന്തിന്? ജോസഫ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. ആത്മകഥം പോലെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 2 ആത്മകഥകൾ ഒരു സംഭാഷണം ഉണ്ടാക്കുന്നു. എനിക്കറിയില്ല എന്തു പറയണമെന്ന്. ഡോക്യുമെന്ററിക്ക് വേണ്ടിയല്ല, എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം. പറയൂ നിങ്ങളുടെ അനുഭവങ്ങൾ. ഉച്ചരിച്ച വാക്കിന്റെ അടിമയും ഉള്ളിലൊതുക്കുന്ന വാക്കിന്റെ യജമാനുമാണ് മനുഷ്യൻ. ഞാൻ വാക്കുകൾ ഉള്ളിലൊതുക്കട്ടെ. വാക്കുകൾ ഉള്ളിലൊതുക്കിയാലും അർത്ഥം സത്യമാവുന്നില്ലേ? യു ആർ ടു യങ്. നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പറയാനുമില്ല. അജ്ഞാതമായ ഏതോ അധികാരശക്തി എന്റെ വായ് മൂടിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ ഉരിയാടുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭാഷ നിഷേധത്തിന്റെയാണ്. എന്റെ പ്രവൃത്തികൾ അധികാരികൾ സംശയത്തോടെ നോക്കുന്നത്. ജോസഫ്, ഇന്റർനാഷണൽ പാടാൻ സമയമായി. വേഗം വരൂ, വേഗം വരൂ. മറ്റെല്ലാവരും കാത്തു നിൽക്കുന്നു. വരൂന്നേ. ശരി, നിങ്ങൾ വന്നോളൂ. ഉണരുവിൻ, ഉയരുവിൻ, പത്തിരിയുടെ തടവുകാരെ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ ഉണരുവിൻ. ഉണരുവിൻ, ഉയരുവിൻ, പത്തിരിയുടെ തടവുകാരെ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ ഉണരുവിൻ. ഇടിമുഴക്കി അലറി നിൽക്കൂ നീതി അംഗശാസനം. ഇരവികൊള്ളുകയാ, ഇരവികൊള്ളുകയാ, പുതിയ ലോകമുന്നിതാ പിറന്നു വീഴുകയാ, പുതിയ ലോകമുന്നിതാ പിറന്നു വീഴുകയാ. പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ. പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ. Erase the prisoners of starvation. Erase the wretched of the earth. For justice thunders. കരുണൻ കവിയാണ്, കാൽപ്പനികൻ. അയാൾക്ക് വിപ്ലവകാരിയാൻ കഴിയും. പാരീസ് കമ്മ്യൂണിന്റെ കവി. ഏഷ്യൻ പോത്തിയുടെ രചന, കരുണന്റെ ട്രാൻസ്ലേഷൻ. ഒറിജിനലിനേക്കാൾ കേമമാവും ചിലപ്പോൾ പരിഭാഷ. വാക്കുകൾക്ക് ജീവനെന്ന് തോന്നുന്നത് കരുണൻ എഴുതുമ്പോഴാണ്. യുനോ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് 3 വർഷം മെഡിസിൻ. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ദൂരെ കളഞ്ഞ് കോച്ചിങ്ങിനെയും മാവോസത്തിങ്ങിനെയും മനസ്സിലാക്കായിരുന്നു കാരണം. പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ. പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ.
കാര്യം പറയട്ടെ. നിങ്ങളുമായുള്ള ചില രംഗങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തട്ടെ. നോട്ട് ഫോർ എനി കമേഴ്ഷ്യൽ പർപ്പസ്, ഡോക്യുമെന്ററിയിൽ ചേർക്കാനുമല്ല. ഇറ്റ് ഇസ് ഫോർ മീ, ഓൺലി ഫോർ മീ. എനിക്ക് കാണാൻ വേണ്ടി മാത്രം. ഇവിടെ വിട്ട് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ തമ്മിൽ കണ്ടുമുട്ടില്ലായിരിക്കും. നിങ്ങളോടൊപ്പം സെന്റിമെന്റ്സിന്റെ പേരിൽ മാത്രം കഴിയാൻ എന്റെ ഈഗോ സമ്മതിക്കില്ല. മോറോവർ, എനിക്ക് ഒരിക്കലും നിങ്ങളെ പോലെ ആവാൻ കഴിയില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെലവഴിച്ച സമയത്തിന്റെ ഓർമ്മയ്ക്കായി, ഐ മീൻ, ഞാൻ വളരെ വിലമതിക്കുന്ന ആ സൗഹൃദത്തിന്റെ. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനായി എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. വല്ലപ്പോഴും എനിക്ക് കാണാൻ വേണ്ടി, എനിക്ക് കാണാൻ മാത്രം. ഇറ്റ് ഈസ് ഡേഞ്ചറസ്. അതറിഞ്ഞു ഞാൻ അതിനനുവദിക്കുന്നു. എന്റെ ജീവിതം അല്ല, ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ ക്യാമറകളിൽ ചുറ്റപ്പെട്ട ടേപ്പിലാണ്. വൺസ് യു റെക്കോർഡ്, ഞങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ഐ ട്രസ്റ്റ് യു, വി ട്രസ്റ്റ് യു, യു കൻ ട്രസ്റ്റ് യു. നിയമമിന്നു ചതികൾ കൊണ്ടരിച്ചമർത്തിടുന്നു നമ്മു കുതിരമൂത്തിടുന്നു കൂലി അടിമ സമ്പ്രദായം. ധനികനില്ല കടമകൾ നിയമം അവശനൊരുകനി അലപ്പരായി മയങ്ങി നമ്മൾ അടിമയായി ഏറമാ അന്ന് പോയവൾ പിന്നീട് വന്നത് പോലീസിനും കൂട്ടിയായിരുന്നു. അതാ അവിടെ ആ തെരുവിലെ ഒഴിഞ്ഞ കോണി തലയിൽ മുണ്ടിട്ട ഒരു നാട്ടുപ്രമാണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവളുടെ അടുക്കിലേക്ക് എത്തുന്നു. എന്തൊക്കെയോ കുശുകുശുക്കുന്നു. അവളുടെ മുഖത്തതാ വിശപ്പിലെ തേങ്ങലുകൾ ഉദിച്ചു വീഴുന്നു. അവൾ അറവുശാലയിലെ കുഞ്ഞാടിനെ പോലെ തലകുനിക്കുന്നു. അതാ നാട്ടുപ്രമാണി അടുത്ത കുറ്റിക്കാട്ടിലേക്ക് കൈചൂട്ടുന്നല്ലോ. അയാൾ കുറ്റിക്കാട്ടിൽ മറയുന്നു. ഒരുപക്ഷെ നമ്മുടെ വെള്ളയും ആ കുറ്റിക്കാട്ടിലേക്ക് പോയേക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വെള്ളയെ കൂട്ടിവരണം. സ്വന്തം സംസ്കാര പുണ്ണും തലോടി അയാൾ ആ കാട്ടിൽ കുത്തിയിരിക്കട്ടെ. അന്ന് ഞങ്ങൾ നാടുവിദ്യയുടെ റിവേഴ്സൽ നടത്തുകയായിരുന്നു. എന്തോ കാരണത്താൽ സദാവ് ജോസഫ് വിട്ടുനിന്നു. ഇതാ വെള്ളി നിന്റെ വെള്ള. വേണ്ട, നീ ഇത്തരം നേരെ എവിടെ പോയിന്റെ എക്കത്തല്ലേ പള്ളേ പോയിട്ട് ബല്ലാതായുള്ള അപ്പനെ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തേ. നീ ഇത്തരം നേരെ എവിടെ പോയിന്റെ എക്ക് പിന്നെ വല്ലാണ്ടാ അല്ലെ അപ്പനെ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തേ. അപ്പോ അപ്പോ അതാ വെള്ളി നിന്റെ അപ്പൻ. അതാ വെള്ളി നിന്റെ അപ്പൻ. അതാ ഉടയോരുടെ വീട്ടുപടിക്കൽ ഇരന്നു നിൽക്കുന്നു. ഇടയ്ക്കിടെ അപ്പൻ ചുറ്റും നോക്കുന്നുണ്ട്. ആരോഗ്യമുള്ള കാലം അത്രയും പണിയെടുത്തു കിടന്ന തോട്ടങ്ങളിലേക്കും വയലുകളിലേക്കും നോക്കുന്നുണ്ട്. അതാ അപ്പന്റെ ഉള്ളിൽ പഴങ്കാലങ്ങൾ മുളച്ചു പൊന്താൻ തുടങ്ങി. അതാ തമ്പ്രാക്കളുടെ പട്ടികൾ കുരയ്ക്കുന്നു. ഉള്ളി നടുങ്ങിയ അപ്പന്റെ ഉള്ളിലെ പഴങ്കാലങ്ങൾ അത്രയും ഒളിഞ്ഞു പോകുന്നു. വെള്ളി, ഇനിയും നമ്മുടെ അപ്പനവിടെ നിന്നാൽ ഉടയോരുടെ പട്ടികൾ നമ്മുടെ അപ്പനെ കടിച്ചേക്കാം. അതിനു മുമ്പ് നമ്മുടെ അപ്പനെ കൂട്ടിവരട്ടെ. ഇതാ വെള്ളി നിന്റെ അപ്പൻ. വേണമാ പോയെന്തോ ലക്ഷ്മണ വല്ലി കുത്തി കഞ്ചി കാട്ടി ഞാൻ അവനെ പഠിപ്പിച്ച്. അതാ നമ്മുടെ ലക്ഷ്മണൻ. ലക്ഷ്മണ അതാ അവിടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ തെരുവിൽ അവനവിടെ കാണുന്ന കള്ളവേഷങ്ങളും കള്ളചരിത്രങ്ങളും കാണാപാഠം പഠിക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ തന്നെ അവന്റെ എല്ലാ കിട്ടായ്മകൾക്കും കാരണം കൂട്ടുകാരാണെന്ന തോന്നൽ അവനിലെത്തിക്കഴിഞ്ഞു. ഇനിയും അവനവിടെ നിന്നാൽ പഠിക്കുന്ന കള്ളചരിത്രങ്ങൾ എത്രയും ശരിയാണെന്ന തോന്നൽ അവൻ ഉറയ്ക്കും. നമുക്കൊന്നു ചെയ്യാം. കൂട്ടുകാരുടെ നൊമ്പരങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നോക്കുന്ന അവനെ ഇവിടേക്ക് വിളിച്ചു നോക്കാം.
നാടക റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നും സഖാവ് ജോസഫ് വിട്ടുവന്നത് ഞങ്ങളുടെ രക്ഷയ്ക്കായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ദുർവിധി എന്നോണം എല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. സഖാവ് മൃഗീയമായി വധിക്കപ്പെടുന്നത് പോലും എല്ലാറ്റിനും കാരണം അവളായിരുന്നു. അവളാണ് ഈ വീട്ടിൽ വന്ന് താമസിച്ചത്. അവളാണ് ഇവിടെ അപ്പനും അമ്മയ്ക്കും കൊലച്ചോറ് തന്നത്, വിഷച്ചോറ് തന്നത്. പറയൂ അമ്മച്ചി, പറയൂ പറയൂ അപ്പ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതാവേ വേഗം ഒന്ന് ആശുപത്രി വരെ വരണം. ഒരു അസുഖം കൂടുതല, ഒരുപാട് പോയതല്ലേ. പറ്റിയ കാണുന്നുണ്ടോ? ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ വരുന്നത്. അതെന്താ? അവളോട് സംസാരിക്കാൻ അമ്മച്ചി എന്നെ നിർബന്ധിക്കരുത്. അത്രയ്ക്ക് വെറുപ്പ എനിക്ക് അവളോട്. മോനെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഒരുത്തരെ മുറുക്കാനാവില്ല. എവിടാ? ഇതാ അവിടെ നിന്ന് തോന്നുന്നു. ഓവറാൻ പഴയ രീതിയിൽ തന്നെ. ഷീസ് വെരി വീക്ക്. കുറച്ച് രക്തം വേണ്ടി വരും. 2 കുപ്പി. ഇഞ്ചുറീസ് നല്ലോണമുണ്ട്. എന്താ കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു? രക്തം വേണമെന്ന്. ഇനി പരിശോധിക്കാൻ പറ, സമയം കളയണ്ട. 2 കുപ്പില്ലെങ്കിൽ 2 കുപ്പി. എങ്ങോട്ടാ പോണ്ടത്? അവളെ ഒരു പെണ്ണല്ലേ വരണ. പാവം ആരോഗ്യം ഇല്ലല്ലോ. അമ്മച്ചി എന്താ പറയുന്നത്? എന്റെ മോനെ, എന്റെ മനസ്സിനൊരു കട്ടുമില്ല. മറ്റുള്ളവരുടെ വേദന കാണുന്നത് എനിക്ക് സഹിക്കാൻ മേല. അപ്പൊ അമ്മച്ചിയുടെ വേദനയും? അത് സാരമില്ല. നീ എവിടാണെന്ന് പറ. നേഴ്സൂട്ടി, ഇവിടെ എവിടാ രക്തം കൊടുക്കുന്നത്? അമ്മച്ചി രക്തം കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. നീ ആണയുടെ മോനെയാണ് എന്റെ മോൻ. എങ്ങനെയുണ്ട്? അയൺ ടാബ്ലറ്റ്സ് കഴിക്കണം, രക്തം ഉണ്ടാകാം. പിന്നെ മുട്ടയും പാലുമൊക്കെ ശരിക്ക് കഴിക്കണം കുറച്ച് നാളത്തേക്ക്. അതൊന്നും കഴിച്ചില്ലെങ്കിൽ രക്തം ഉണ്ടാവും. അമ്മച്ചി വിഷമിക്കാതെ. എന്നാലും ബ്ലഡ് കൊടുത്തുകൊണ്ട് ഒരു ദോഷവുമില്ല. ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ഇയാളുടെ ബ്ലഡ് ചേർന്നു. റേ ഗ്രൂപ്പാണ്. ഈ ഗുളികകളെല്ലാം പുറത്തുനിന്ന് വാങ്ങണം. വസുതയ്ക്കുള്ളതാണ്, വൈകണ്ട. ഞാനിവിടെ കിടക്കാം. അമ്മച്ചി ഉണ്ടല്ലോ. ഞാൻ താഴെ പോയി കുറച്ച് ഓറഞ്ച് പുന്തരിയൊക്കെ മേടിച്ചോണ്ടിരാം. മരുന്നും കാപ്പിയും മേടിക്കാം. അമ്മച്ചി പോകണ്ട, ഞാൻ നിൽക്കണം. നീ ഇവിടെ കിടന്നാൽ മതി. ഡോക്ടർമാർ വല്ലോ ഇംഗ്ലീഷ് ചോദിച്ചാ പറയണ്ടേ? 1 കൊല്ലം 2 കൊല്ലം ഡോക്ടർ ആകാൻ പഠിച്ചതല്ലേ. കുത്തിവെക്കാനും മുറിവെക്കാനും ഒക്കെ അറിയാവില്ല. അല്ലേ തന്നെ അറിയാവുന്നവരാരേലും നിന്നാലല്ലേ പറ്റൂ. സിറ്റം 4 എണ്ണത്തെ 150 രൂപയാ. 16 പറഞ്ഞിട്ടുള്ളത്. എടുക്കട്ടെ? എടുത്തോ, ഞാൻ ഇപ്പം വരാം. പോയി വരാം. പൊതുവൊന്നും വേണ്ട, ഞാനും കൊണ്ടുപോകാം. ₹16.50.
ഭർത്താവ് കരുണന് എന്നോട് പിണക്കാവും, വെറുപ്പും. ആരെയും വെറുക്കാനും ആരോടും പിടുങ്ങാനും ആവില്ലല്ലോ. അതാണ് എന്റെ ബലഹീനത. ക്ഷമിക്കുക, ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അതെനിക്കറിയാം, എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തീരുന്നില്ലോ നമ്മുടെ പ്രശ്നം. I know. One excuse me cannot make a dead man alive. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം, എന്റെ ജീവൻ വരെ. അതിനല്ലേ ആവും. അതിനായിട്ടാണ് സത്യത്തിൽ ഞാനിവിടെ വന്നത് തന്നെ. എല്ലാ മനുഷ്യരും മരിക്കും, പക്ഷെ മരണം അതിന്റെ പ്രാധാന്യത്തിൽ വ്യത്യസ്തമായിരിക്കും. ട്രൂ, സത്യം. പഴയ ചൈനീസ് എഴുത്തുകാരനായ ഷുമാച്ചിയും പറഞ്ഞു, മരണം മനുഷ്യനെ ഒരുപോലെയൊക്കെ ആണെങ്കിലും അത് താഴ്പർവ്വതത്തെക്കാൾ കനപ്പെട്ടതോ പക്ഷിത്തൂവലിനോളം നിസാരമായതോ ആവാം. ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത് താഴ്പർവ്വതത്തെക്കാൾ കനപ്പെട്ടതാണ്. ചെയർമാൻ മാവോയുടെ ജനങ്ങളെ ജയിക്കാവുന്ന കവിയിലുള്ളതാണ്. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത് ഏത് വർഷമാണ്? 1848 ഫെബ്രുവരിയിൽ. എന്റെ അച്ഛനെ സാഹിത്യ ലോകത്ത് വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും, ഒരു ബൂർഷ എഴുത്തുകാരൻ അല്ലെങ്കിൽ പെറ്റി ബൂർഷ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കും. മാർക്സ് ജനിച്ചത് 1818 മാനിഫെസ്റ്റോ എഴുതുന്നത് അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ. He was not mature enough to manifest a philosophy. യൗവനത്തിന്റെ കൗതുകം തീർന്നിട്ടില്ലാത്തൊരവസ്ഥ. വയസ്സും ജീവിതവീക്ഷണവുമായി യാതൊരു ബന്ധവുമില്ല. വൃദ്ധർക്ക് കൂടുതൽ പക്വത ഉണ്ടാവുകയൊന്നുമില്ല. വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പക്ഷേ പ്രായം മനുഷ്യന് സാധാരണഗതിയിൽ പക്വത കൊടുക്കുന്നു, ജീവിതാനുഭവങ്ങളും. ഞാൻ പറഞ്ഞു വന്നത്, അപ്രകാരം കമ്മ്യൂണിസത്തെ പ്രത്യേക രീതിയിൽ വീക്ഷിച്ചിരുന്ന അച്ഛന്റെ റിയാക്ഷണറിയായ ഒരു പെൺകുട്ടി തീവ്രവാദ തത്വശാസ്ത്രത്തിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് നിങ്ങളുമായുള്ള സഹകരണത്തിലൂടെയാണ്. ഇൻഫാക്ട് ഗ്രാജുവലി ഐ വാസ് ഇമേഴ്സിംഗ് ഇൻ ഇറ്റ്. പക്ഷെ എല്ലാം ഒരു ദുർവിധി പോലെ തോന്നുന്നു. സ്വന്തമായി പറയാനില്ലാതെ വരുമ്പോഴാണല്ലോ ഭാഷ കടമെടുക്കേണ്ടി വരുന്നത്. ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ജോസഫ് വധവുമായി നിങ്ങൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, തെറ്റുമാണ്. സത്യം പലപ്പോഴും ആപേക്ഷികമാകാറുണ്ട്. ഒരിടത്തെ സത്യം മറ്റൊരിടത്തെ അസത്യമാവാം, ആഭാസവും. നിങ്ങൾ തൽക്കാലം സംസാരിക്കാതിരിക്കൂ. അസുഖം ഭേദമാട്ടെ. കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നന്ന് ഇരുവർക്കും. കൺപോളകൾ പോലെ കാതിനൊരു ആവരണം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ പണ്ട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതൊന്നും കേൾക്കേണ്ടല്ലോ. കണ്ണുള്ളത് കാണാനും നമുക്കിഷ്ടമില്ലാത്തത് കാണാതിരിക്കാനും കൂടിയാണ്. കാതിന് ആ കഴിവ് ദൈവം തന്നില്ല. ഞാൻ പുറത്തു പോകണമെങ്കിലാവാം. വേണ്ട, നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കാണെന്ന് അറിയാം. പക്ഷേ അറിയേണ്ട സത്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. വേണ്ട, എനിക്കൊന്നും അറിയണ്ട. അത് ഇനി എന്ത് തന്നെയായാലും മരിച്ച സഖാവ് തിരിച്ചു വരില്ലല്ലോ. നിങ്ങൾ കേൾക്കണം. യു മസ്റ്റ്. എനിക്ക് ആരുടെ മുന്നിലും നല്ല പിള്ളയാകണമെന്നില്ല, ആരോടും പറഞ്ഞിട്ടില്ല. മരിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ട്. മരുന്ന് അമ്മച്ചിയുടെ ഒരു കാശുണ്ടായിരുന്നു. വേണ്ടിയിരുന്നില്ല. ആയ കൂടി ഉണ്ടായിരുന്ന സ്വർണം കൂടി വിറ്റില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നല്ലോ. ഞാൻ നിന്റെ എടുത്ത അമ്മനെ കാശ്. ഞാൻ നിനക്ക് മുട്ടയും പാലും ഒക്കെ വാങ്ങിച്ചു. വേഗം അങ്ങോട്ട് കഴിക്ക്. 2 കുപ്പി രക്തം അങ്ങോട്ട് പോയതല്ലയോ, വേഗം കഴിച്ചു. ഞാൻ പോയി നേഴ്സമ്മയുടെ ഈ കുത്തി വെക്കാനുള്ള മരുന്ന് കൊടുത്തേച്ചു വരാം. നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളയും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദയവായി കേൾക്കാൻ സന്മനസ് കാട്ടണം.
ലൊക്കേഷനിൽ പാടിയത് നിങ്ങളുടെ വിലക്കുകളെ പോലും അവഗണിച്ച് ഞാൻ കവർ ചെയ്തു, ഷൂട്ട് ചെയ്തു. ഒരു ദുർനിമിത്തം എന്ന പോലെ. പട്ടിണിയുടെ തലവുകാരെ ഉണരുവിൻ, ഭൂമിയിലെ പീഡിതരെ ഉണരുവിൻ, ഇടിമുഴക്കിയലറി നിൽ. ഈ ഷോട്ട്സ് അല്ലേ ഇവിടെ വരേണ്ടത്? വേണ്ട വേണ്ട, ഈ ഷോട്ടിൽ വേണ്ട. പിറവികൊള്ളുകയാ പിറവികൊള്ളുകയാ, പുതിയ ലോകമൊന്നിതാ പിറന്നു. ഈ ഷോട്ട്സ് ഇവിടെയല്ലേ? പുതിയ ലോകമൊന്നിതാ പിറന്നു വീഴയാ, വേണ്ട. തടവുകാരെ നിങ്ങൾ ഉണരുവിൻ. ഈ ഷോട്ടുകൾ എനിക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതാണ്. It's a fantastic shot. Why can't we use it? No, വേണ്ട. ആ കാസ്റ്റുകളിലെടുത്ത് മാറ്റും. Okay. നിങ്ങളല്ലേ വസുധ? നിങ്ങൾക്ക് വാറണ്ടല്ലോ, തൽക്കാലം അറസ്റ്റിലാണ്. ഡീറ്റെയിൽസ് ഒക്കെ കോടതി പറയാം. മാത്യു, മോഹൻ, ആ കാസറ്റ് പിടിച്ചു. അങ്ങനെയൊക്കെ അവിടെ പോയതാടി? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഇതിന്റെ വാങ്ങിയില്ല. നമുക്ക് പ്ലേ നോക്കാം സാർ. ഓടിക്കാതെ ഓടിക്കാം. ഈ കഴിവറ മക്കളെ അന്വേഷിച്ച് ത്രിഭുവനം മുഴുവൻ നടന്നു. കേരള പോലീസിനോടാ കളി. പറഞ്ഞില്ല ഞങ്ങൾക്ക് ഈ മാറി എവിടെ? എനിക്കറിയില്ല, ഞാൻ പറയില്ല. ഓഹോ, അപ്പൊ നീ തോക്കിനെ കുർബാന പഠിപ്പിച്ച് അടങ്ങുമല്ലേ? പറഞ്ഞു പാട്ടി കഴിവോ അവരെവിടെ? ഓഹോ, അപ്പൊ നീ പറയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാവടി. നിന്നെക്കാളും വലിയ മൂത്ത അച്ഛനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെയോ നീ പറയില്ല. മര്യാദ പറയുന്നതല്ലേ? മോളെ, അച്ഛന്റെയും അഡ്വക്കേറ്റിന്റെയും വാക്കുകൾ നിരാകരിച്ച് ഞാൻ ഓടിയെത്തി നിങ്ങളെ രക്ഷിക്കാൻ. പക്ഷേ പിന്നീടുള്ള സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. സഖാവ് ജോസഫ്, ആ മരണത്തിന് ഞാൻ കൂടി ഉത്തരവാദിയായല്ലോ. പ്ലീസ്, ഞാനൊന്ന് കരയട്ടെ, അതിനെങ്കിലും അനുവദിക്കും. എന്റെ മനസ്സൊന്ന് ശാന്തമാട്ടെ. ഒരു കരച്ചിൽ കൊണ്ട് ശാന്തമാകാവുന്ന വേദനയേ ഉള്ളൂ എങ്കിൽ ആയിക്കോളൂ. നീ അവരുടെ കുത്തിവാക്കുമെല്ലാം പറഞ്ഞിരിക്കും. ഇനി എന്തെല്ലാം പറഞ്ഞാലും എന്താ വിശേഷം? വന്നത് വന്നു. എനിക്കൊരു കാര്യം മോളോട് ചോദിക്കാനുണ്ട്. ഇപ്പം പറയുന്നത് ശരിയല്ല, എന്റെ മനസ്സിലൊന്നും നിൽക്കുകയില്ല. എന്തിനായിരുന്നു മോളെ ഒന്നും ചെയ്യാത്ത എന്റെ മോനെ കുരുതിക്ക് കൊടുത്തത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എനിക്ക് ഒരേ തമ്പുരാനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഇത് മാത്രമാണ്. അമ്മച്ചിയോ, നമുക്ക് പുറത്തു പോവാം. സഹായ കരുണ,
എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ പെട്ടിയും ബാഗുമെല്ലാം അവിടെ നിന്ന് എടുപ്പിച്ച് ഗസ്റ്റ് ഹൗസിലെ റൂമിലാക്കി തരണം. അപ്പോൾ വേണ്ട, ഇനി ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല. എന്റെ മനസ്സിന് സൂര്യം കിട്ടില്ല. അവരോട് വാശിയരുത്. വാശിയല്ല, എന്റെ മനസ്സമാധാനത്തിന്റെ പ്രശ്നമാണ്. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ശിവൻ ചേട്ടാ, ഞാൻ വീണ്ടും തിരുനെല്ലി ക്ഷേത്രത്തിലെ ഗസ്റ്റ് ഹൗസിലെത്തി. ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു, മനസമാധാനത്തിന് വേണ്ടി. ഒരു നെടുവീർപ്പിടുമ്പോഴുണ്ടാകുന്ന സുഖം. മനുഷ്യ ദൈവം മനഃശാസ്ത്രപരമായ ഒരു ആഡംബരമാണ്, അനിവാര്യതയും ആശ്വാസവും. ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു കർമ്മം അവശേഷിക്കുന്നുണ്ട്. പുറത്ത് അമ്പലത്തിൽ വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നു. ഞാൻ കത്ത് ചുരുക്കട്ടെ, പോകാൻ സമയമായി. എന്റെ തറവാട്ടിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ മരിച്ചിരിക്കുന്ന എല്ലാ പ്രേതങ്ങളെയും തിരുനെല്ലി പെരുമാളീശ്വരന്റെ ശ്രീപാദത്തോട് ചേർത്ത് മോക്ഷം വരുത്തി തരണം. സമ്പത്തും സമ്പത്തും ദീർഘായുസും വരുത്തി തരണം. ഓം ശാന്തി ശാന്തി ശാന്തി. അപൂർണമായ കത്ത് വീണ്ടും തുടരുന്നു. ഒരു രഹസ്യം ഞാൻ പ്രത്യേകം പറയട്ടെ. അജ്ഞാതരായ പിതൃക്കളുടെ ശാന്തിക്കായി ഞാൻ ബലിയിടുന്നു. നാളെ ആ ദർഭയം കണ്ടെടുക്കുക. കുറച്ച് അരിയും തുളസിയും ചന്ദനവും കൂടി എടുത്തോളൂ. എന്നിട്ട് മരിച്ചുപോയ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് വെക്കുക. വെച്ചോളൂ. ഞാൻ പറയണ പോലെ ഇങ്ങോട്ട് പറയുക. ഗോകർണ സേതോ ഹിമവാൻ പ്രയാഗേ കാശ്മീര സോമേശ്വര രുദ്രപാദം ശ്രീരംഗ കേദാര അനന്തകന്യ കാഞ്ചി കുരുക്ഷേത്രം സദാ നമസ്തേ. ഇത് ചന്ദനം തൊട്ടിട്ട് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. പരേതന്റെ പേരും നാളും പറയുക. എന്റെ യാത്ര തുടരുകയാണ്. ഇനി ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ. വംശവിജ്ഞാന ശാസ്ത്ര സംബന്ധമായ എന്റെ ചിത്രം ആരംഭിക്കുകയായി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും 35 കിലോമീറ്റർ അകലെ ചുരം കടന്നു ചെല്ലുമ്പോൾ എത്തുന്ന ഒരു ഹരിതവന പ്രദേശമാണ് അട്ടപ്പാടി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ വിസ്തീർണം 566.5 ചതുരശ്ര കിലോമീറ്റർ ആണ്.
ഇവിടെയുള്ള ജനസംഖ്യയിൽ 80% ഗിരിവർഗക്കാരാണ്. ഇരുളർ, മുടികർ, കുറുമ്പർ എന്നീ ഗോത്രവർഗക്കാരും കുറെ കുടിയേറ്റക്കാരും അധിവസിക്കുന്നു. മാംസം, പറവകൾ, പഴങ്ങൾ, കാട്ടുകുഴങ്ങ്, തേൻ എന്നിവയാണ് ഇവിടുത്തെ മുഖ്യ ആഹാരം. ഊരിനൊരു മൂപ്പനുണ്ടായിരിക്കും. നിഷ്കളങ്കരായ ഇവരുടെ നൃത്തങ്ങളും പാട്ടുകളും ഹൃദയാർജിതമാണ്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം ഞാൻ അറിഞ്ഞത് ഇവിടെ വെച്ചാണ്. 21ാം നൂറ്റാണ്ടിലേക്ക് കടന്ന നാം, ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഏറെ കൈവരിച്ച നാം അറിയാതെ കിടക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. പാട്ടിലും നൃത്തത്തിലും കഴിയുമ്പോഴും ഇവർ ഏറെക്കുറെ മുഴു പട്ടിണിയിലാണ്. ഈ ഊരിലെ മിക്കവരും മണ്ണ് തിന്നാണ് വിശപ്പടക്കുന്നത്. അവിശ്വസനീയമായ സത്യം, 21ാം നൂറ്റാണ്ടിലെ സത്യം. പോഷകാഹാരം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മണ്ണ് തിന്നുന്നു. മാതാപിതാക്കൾ അവർക്ക് വിശപ്പകറ്റാൻ മണ്ണ് കൊടുക്കുന്നു.